മലയാളത്തിൻ്റെ മാർഗ്രറ്റ് ആറ്റ്വുഡാണ് ഇന്നത്തെ നമ്മുടെ സൊറയിൽ അതിഥി. സാറ ജോസഫ്, സാറ ടീച്ചർ. ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുള്ള ആനിയും മാർഗരീറ്റയും നമുക്ക് സമ്മാനിച്ച, നോവൽ എഴുതാൻ വേണ്ടി മാത്രം ജോർഡാനിലേക്കും മറ്റും യാത്ര ചെയ്യുന്ന, രാമായണത്തെ ശൂർപ്പണയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും നോക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച, കേരള സാഹിത്യ അക്കാദമിയോടും കേന്ദ്ര സാഹിത്യ അക്കാദമിയോടും മൂവി വിജയൻ അവാർഡും ക്രോസ്വേർഡ് ബുക്ക് അവാർഡും നൽകി രാജ്യം ബഹുമാനിച്ച 80ഓളം വയസ്സുള്ള നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട സാർ ടീച്ചർ. Welcome to Sora Teacher. And let's start with something that we have been discussing just before the interview. ഈ വീട്, ഈ കപ്പ്, ഇതിലെല്ലാം ഒരു സൗന്ദര്യമുണ്ട്, ഒരു ബ്യൂട്ടി ടീച്ചർ അറൗണ്ട് എപ്പോഴും ഉണ്ട്. യു ആർ ഓൾസോ സംവൺ, ഞാൻ എപ്പോഴും നോട്ടീസ് ഉണ്ട്, എപ്പോഴും പ്രസൻറ്റബിൾ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന, സൗന്ദര്യവും ടീച്ചറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഇതൊന്ന് പറയൂ. ഇത് വരുന്നതിൻ്റെ പുറകിലൊരു ഫിലോസഫി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യം വേണം, അല്ലെങ്കിൽ ആനന്ദം വേണം എന്ന് പറയുന്നതെന്നാണല്ലോ ഇത് വരുന്നത്. ഇതൊന്ന് പറയൂ ഇതിനെ പറ്റിയിട്ട്. അത് എനിക്ക് തോന്നുന്നു ജന്മനാ ഉള്ള ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് എൻ്റെ വീട്ടുപറമ്പിലെ എല്ലാ പുല്ലുകളും അറിയാം. ഓരോ പുല്ലിനെയും അതുമ്മിലുണ്ടാകുന്ന കുഞ്ഞു പൂവിനെയും എനിക്കറിയാം. അതൊക്കെ തേടി നടക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അലാഖയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞ നോവലിലെ ആനി എന്ന് പറയുന്ന പെൺകുട്ടി 2-3 പ്ലാവുകൾ കൂടി നിൽക്കുന്നതിൻ്റെ നടുവിലെ ഒരു പ്ലാവിൽ ചാരി മറ്റേ പ്ലാവിൽ കാലമർത്തി നിന്നിട്ട് ആകാശം കാണുന്നുണ്ട്. എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു സംഗതിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നിറയെ ഇല്ലിമുളം കൂട്ടാണ്. അപ്പോൾ ഈ ഇല്ലിയുടെ ഇലകൾ ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദത്തോടു കൂടി വീഴും. കിരികിരികിരാന്നുള്ളൊരു ശബ്ദം ഉണ്ടാവും. നിറയെ ഇല്ലി ഇലകൾ ഉണങ്ങിയത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ അടുത്താണ് ഈ പ്ലാവ് നിൽക്കുന്നത്. അപ്പോൾ ആകാശം ഇങ്ങനെ കാണാം. അത് ഭയങ്കര സങ്കല്പങ്ങളാണ്. ഈ ഇരിപ്പ് വലിയ സുഖ. 2 പ്ലാവിൻ്റെ തടിയുടെ നടുവിൽ ഒരു പ്ലാവ് അവിടെ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക സെറ്റപ്പ് അത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആകാശത്ത് നോക്കി മേഘങ്ങളെ നോക്കി ഓരോന്ന് സങ്കല്പിക്കുക. ഓരോ പറ്റം ആയിട്ട് പോകുന്ന മേഘങ്ങൾ, ഒറ്റയ്ക്ക് വരുന്ന മേഘങ്ങൾ, അങ്ങനെ ആകാശമാണ് എൻ്റെ സങ്കല്പത്തിന് ഏറ്റവും എന്താ പറയുക, വിശാലമാക്കുകയും ഗഹനമാക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് മരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആകാശത്തേക്കാണല്ലോ എന്നാണ്. മരിച്ച എവിടേക്കാണ് പോകുക എന്നുള്ളതല്ല എൻ്റെ വിഷയം, ആകാശത്തായിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ അനന്തമായ സൗന്ദര്യമാണ് അല്ലേ. ആ ഒരു നീലയും അതുപോലെ തന്നെ മേഘങ്ങളും ഒക്കെയുള്ള നമുക്ക് ദൂരെ നിന്ന് മാത്രം നമ്മൾ കണ്ടിട്ടുള്ള, ഇല്ല എന്ന് പറയേണ്ടതാണ്, ആകാശം ഇല്ല എന്നാണ് സങ്കല്പം. അപ്പോൾ അത് വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ ഒരു കാണുന്നതിനോട് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. കാണുന്ന ഓരോന്നിനോടും, അത് കല്ലിനോടും ഉണ്ട്, പുല്ലിനോടും ഉണ്ട്, എല്ലാത്തിനോടും ഉണ്ട്. അത് എൻ്റെ ജീവിതത്തിലുടനീളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വലുതാവുമ്പോൾ നമുക്കിത് വേണമെന്ന് തോന്നിയാലും കിട്ടാനുള്ള സാധ്യത, അത് ജീവിതത്തിലിപ്പം ഭാഗികമായിട്ടുള്ള പുറമേക്ക് കാണുന്ന നമുക്കൊരു എസ്തറ്റിക് ലൈഫ് വേണമെന്ന് പറയുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിലെ റിലേഷൻഷിപ്പിൽ എല്ലാം എസ്തറ്റിക് ആയിട്ടുള്ള, വളരെ സൗന്ദര്യാത്മകമായിട്ടുള്ള നമ്മളെ ആഗ്രഹങ്ങൾ നടക്കണം എന്നുള്ളതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണല്ലോ ഇത്. അത് ബുദ്ധിമുട്ടാണല്ലോ. അത് വലുതാവുമ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ. ഇതെങ്ങനെയാണ് ജീവിച്ചുകൊണ്ട് ഒരു ചെറുപ്പകാലത്ത് ഇത് കിട്ടാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ടീച്ചർ അതിനു വേണ്ടി ഒരു ഇൻറ്റൻഷനലി എഫേർട്ട് എടുത്തൊരു മനുഷ്യനാണ്. അത് അങ്ങനെ വേണം, എൻ്റെ ജീവിതം ഇങ്ങനെ വേണം എന്ന രീതി വാശി പിടിച്ചുണ്ടാക്കിയൊരു ജീവിതമാണത്. ആണ്, അതെ, സംശയമില്ല. പക്ഷെ എന്താ അറിയോ, സൗന്ദര്യം എന്ന് പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ സൗന്ദര്യ വീക്ഷണം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മൾ ഇപ്പോൾ വലിയ പൊളിറ്റിക്കലായിട്ട് തന്നെ അതിനെ കാണുന്ന ഒരു അറിവ് നമുക്കിപ്പോൾ ഉണ്ട്. അതായത് ആരാണ് സുന്ദരി, ഏതളവാണ് സൗന്ദര്യത്തിൻ്റെ അളവ്, ഇതൊക്കെ വളരെ വ്യത്യസ്തമാണെന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദാനമായൊരു സൗന്ദര്യ സങ്കല്പം ഇല്ല. നിറത്തിലോ ശരീരത്തിൻ്റെ അളവിലോ മുടിയുടെ നീളമോ ചുരുളോ അങ്ങനെയുള്ളതിലോ ഒന്നും തന്നെ ഏകദാനമല്ല. അത് ഓരോന്നും സുന്ദരമാണ്. അതിനെ സുന്ദരമാക്കുന്ന ഘടകം എന്തെന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് നമുക്ക് വേണ്ടത്.
പിന്നെ നമ്മളെ ഇപ്പം എനിക്കറിയാം ഞാൻ എപ്പോഴും എന്നെ ഉള്ളത് വെച്ചിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ആൾക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹത്തെയാണ് അല്ലേ? ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ. ആ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, എനിക്കിപ്പോൾ 80 വയസ്സായി. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പലരും എന്നേക്കാൾ വൃദ്ധരായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇത് എന്താ ഇവരിങ്ങനെ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം അതൊരു മനോഭാവമാണ്, മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതൊരു മനോഭാവമാണ്. ആ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ മനോഭാവത്തിൽ ഒരിക്കലും തലകുനിക്കാത്ത, നിവർന്നല്ലാതെ നിൽക്കാൻ പാടില്ലാത്ത, ഭംഗിയോടുകൂടി അല്ലാതെ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ അനുഭവം എന്ന് പറയും, ഇപ്പം ജോലി, വിവാഹം, പ്രണയം, നമ്മുടെ എഴുത്ത്, ഇതിലെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലൈഫാണ് നമുക്ക് വേണ്ടത്. കമ്മിങ് ഫ്രം വേർ യു ആർ കമ്മിങ് ഫ്രം, ഇതെങ്ങനെ നമുക്ക്, കാരണം യു ആർ വൺ ഓഫ് ദി ഫ്യൂ സക്സസ്ഫുൾ മോഡൽസ് ഫോർ വുമൻ ഹിയർ. കേരളത്തിലൊരു സ്ത്രീക്ക് ഒരു ഐക്കണായിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ചോദിച്ചാൽ വളരെ ചുരുക്കം ആൾക്കാർ അങ്ങനെ നമുക്കൊരു വലിയ എന്താ പറയുക സക്സസ്ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പോഴും സമാധാനമായിട്ട് ജീവിക്കുന്ന, ആത്മഹത്യ ചെയ്തിട്ടില്ലാത്ത, വളരെ നാട് വിട്ട് പോകേണ്ടി വന്നിട്ടില്ലാത്ത വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ്. സോ ഐ എം വെരി ക്യൂരിയസ് അബൌട്ട് ഹൗ യു മാനേജ് ടു ഗെറ്റ് ദിസ് തിങ് ആൻഡ് what was the fight was like. I mean, if you can give us some examples of like, you know, what was the fight like. This is എല്ലാം നോർമേറ്റീവ് ആയിട്ടുള്ള സ്ഥാനത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന കാര്യങ്ങളിൽ പോയിട്ട് നമ്മൾ പെടുകയും ചെയ്യും ഈ വഴിക്ക് ചിന്തിച്ചാൽ. എൻ്റെ ജീവിതം വലിയ സ്ട്രഗിളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതുപോലെ ഒരു സാധാരണ ഇപ്പോൾ ഒരു ആവറേജ് സാമ്പത്തിക സ്ഥിതിയുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളും കൂടിയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ വീടിൻ്റെ സാഹചര്യം അത്ര ഒരു മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നു. അതിസാധാരണ സാമ്പത്തിക നില. അതേസമയം കടുത്ത യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബം. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളരുന്നത്. അതേസമയം എൻ്റെ വീട്ടിലുള്ള ആളുകൾ രാഷ്ട്രീയ ബോധമുള്ളവരായിരുന്നു. പലരും സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരും അതിൻ്റെ അനുഭാവികളും അങ്ങനെയൊക്കെയാണ്. ഞാൻ ഓർമ്മ വെച്ചിട്ട് വരുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലൊരു ചർക്ക ക്ലാസ് നടക്കുന്നുണ്ട്. വലിയൊരു ഷെഡ്, വീടിൻ്റെ അവിടെ വലിയൊരു ഷെഡ്. ആ ഷെഡിലിങ്ങനെ രാവിലെ പുരുഷന്മാരും സ്ത്രീകളും വരും, ചർക്ക തിരിക്കും, നൂല് നൂൽക്കും, രഘുവതി രാഘവ പാടും, ചില പ്രഭാഷണങ്ങളുണ്ടാവും. എന്നിട്ട് ഈ നൂലൊക്കെ കെട്ടുകെട്ടായിട്ട് മാസത്തിലൊരിക്കലോ മറ്റോ ഒരു കസ്തൂർബാശ്രമത്തിൽ കൊണ്ടു കൊടുക്കും. ഇത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കണ്ടിട്ടാണ് ഞങ്ങൾ വളരുന്ന കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ അതേസമയം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ് എൻ്റെ ഫാദർ. വീട്ടിനകത്ത് മതപരമായി തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആലാഖയുടെ പെൺമക്കളിൽ എഴുതിയിട്ടുള്ള എൻ്റെ കുറേ കാര്യങ്ങളാണ്. ഗ്രാൻഡ് ഫാദർ, അതെ. അവരൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരും ആ ചിന്തകളും ഇതൊക്കെ ഉള്ളവരുമാണ്. തന്നെയല്ല വായന, എല്ലാവരും ആണും പെണ്ണും ഒരുപോലെ വായിച്ചിരുന്നു. അന്ന് ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് പുസ്തകം വായിക്കാനൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു, വാരികകളുണ്ടായിരുന്നു. മാതൃഭൂമി ആഴ്ചവതിപ്പാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നൊരു വാരിക, അല്ലാതെ വേറെ വാരികയൊന്നും അവിടെ ഇല്ല. പിന്നെ എൻ്റെ അപ്പൻ കൊണ്ടുവരുന്ന നർമ്മദ, സരസൻ, അങ്ങനെ പോലെയുള്ള ചില തമാശ, ഈ സറ്റയർ, പൊളിറ്റിക്കൽ സറ്റയറിൻ്റെ ചില സാധനങ്ങൾ ഇതൊക്കെയാണ്. കുട്ടികൾക്ക് വേണ്ടി ചന്ദാമാമ സീരീസ് വീട്ടിൽ വരുത്തുമായിരുന്നു. അപ്പോൾ സോവിയറ്റ് നാട് എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം, ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി, ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കാണുന്നുണ്ട്. ദാരിദ്ര്യമാണ്, എന്നാലും ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ അപ്പോൾ വായനയുടെ ഒരു അന്തരീക്ഷം ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ എൻ്റെ ഒരു 15 വയസ്സിൻ്റെയും 16 വയസ്സിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞ് പോകേണ്ടി വരികയാണ്. അപ്പോൾ അത് ഒരിക്കലും എന്താണ് കല്യാണം, അല്ലെങ്കിൽ എന്താണ് പ്രണയം, എന്താണ് ലൈംഗികത, അതൊന്നും അറിയാത്തൊരു കുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം. ചില അവ്യക്തമായിട്ടുള്ള ചില സങ്കല്പങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് എടുത്തു ചാടാൻ മാത്രം ഒരു പാകതയും വന്നിട്ടില്ലാത്ത ഒരു കുട്ടിയെ പിടിച്ചിട്ടാണ് എന്നെക്കാളും ഒരു 10-14 വയസ്സ് മീതെയുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നത്. ഇനി അതുമല്ല, അതാ പറഞ്ഞത്, ആ വൈരുദ്ധ്യങ്ങൾ, ജീവിതം തന്ന വൈരുദ്ധ്യങ്ങൾ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര രസകരമാണ്. കാരണം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ജനിച്ചു വളർന്നിട്ടുള്ള, പട്ടണം മാത്രം അറിയുന്ന ഞാൻ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര കാർഷിക വ്യവസ്ഥയിലേക്കാണ്. ഒരു 7.5-8 ഏക്കർ ഭൂമിയുള്ള
അതിൻ്റെ നടുവിലൊരു വീടും അപ്പുറത്തും ആളുകളില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് കല്യാണം കഴിച്ചു പോകുന്നത്. കർഷക കുടുംബം. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന കൃഷി രീതികൾ, അതിൻ്റെ പണിക്കാർ, അതിൻ്റെ ബഹളങ്ങൾ, അവിടെയൊക്കെ അവിടെ സൗന്ദര്യം അന്വേഷിച്ച് പോയ ആളാണ് ഞാൻ. കാരണം അതൊരു കുന്നിൻ ചെരുവാണ്. ആ കുന്നിൻ്റെ മുകളിൽ നോക്കിയാൽ മുന്നിൽ കാണുന്ന വിശാലമായിട്ടുള്ള പാടങ്ങളാണ്. അതിൻ്റെ നടുവിൽ കുളങ്ങളുണ്ട്, അക്കരെ ഈ കുന്നുകളുണ്ട്, മലഞ്ചെരുവുകളുണ്ട്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. അതേസമയം ദാമ്പത്യത്തിനകത്താണ് ഞാൻ, എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുള്ള ഒരു അറിവ് നമുക്ക് വേണമല്ലോ. എനിക്ക് ആകെ ഉണ്ടായത് വലിയ ഡിപ്രഷനായിരുന്നു. കാരണം ആലോചിക്കാം, നമുക്ക് നഗരത്തിൽ ജനിച്ചു വളർന്ന അവിടുത്തെ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു കുട്ടി ഇതുപോലെയുള്ള ഒരു ഏകാന്തതയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പോലെ, പിന്നെ കൾച്ചറലി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതൊക്കെ വല്ലാതെ എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതിനകത്തും കുത്തിത്തിരിക്കി സൗന്ദര്യം കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നടത്തിയ ഒരു കാര്യം. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നു ആ പ്രകൃതി, അതിൻ്റെ പിന്നെ ഭംഗികൾ, കാലം, മഴയൊക്കെ ഏറ്റവും സൗന്ദര്യത്തോടുകൂടി ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് അവിടെയാണ്, ആ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ എന്തു വേണം എന്ന് അങ്ങനെ ബുദ്ധി വെച്ചിട്ടൊന്നും ആലോചിക്കാൻ കഴിയില്ല. പെട്ടെന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക, ഇമ്പൾസിനനുസരിച്ചിട്ട് ഞാൻ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. 9ാം ക്ലാസ്സിൽ നിന്ന് പോയതല്ലേ, അരക്കൊല്ലം പരീക്ഷ കഴിഞ്ഞപ്പോൾ പോയതാണ്. എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം വേഗം സംഭവിച്ചു. കാരണം എന്നെക്കൊണ്ട് അവിടെ വേറെ ഉപയോഗമൊന്നുമില്ല, അപ്പോൾ ഉപദ്രവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കുട്ടി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നു, സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ വിദ്യാഭ്യാസം അങ്ങനെ പോകും. 10ാം ക്ലാസ് പാസ്സായപ്പോൾ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വീട്, ഞാൻ നേരത്തെ പറഞ്ഞോണം, വലിയൊരു വമ്പൻ കാർഷിക സംഭവമാണെങ്കിലും ഈ സാലറി ആയിട്ട് പണം വരുന്ന ആളുകളില്ല അവിടെ. എല്ലാവരും പഠിക്കുന്നവരാണ്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ജോലി രാജിവെച്ച രാഷ്ട്രീയവും ഈ കൃഷിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള വാർഷിക വരുമാനം, അർദ്ധവാർഷിക, കൂട്ടത്തോടെ വരുമാനം കൂട്ടത്തോടെ പോക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എൻ്റെ താഴെയുള്ള, ഹസ്ബൻഡിൻ്റെ താഴെയുള്ള അനിയനും അനിയത്തിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻ 10ാം ക്ലാസ്, ഞാൻ 9ാം ക്ലാസ്, മറ്റേ അനിയത്തി 8ാം ക്ലാസ്. അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ അനിയനെ കോളേജിൽ ചേർത്തു. ഞാൻ പാസ്സായി വന്നപ്പോഴേക്കും അദ്ദേഹം വിചാരിച്ചു എന്നെ TTC പോലെ എന്തെങ്കിലും ഒരു കോഴ്സിന് വിടുകയാണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അന്നൊക്കെ വേഗം ജോലി കിട്ടും. PSC കിട്ടിയില്ലെങ്കിൽ തന്നെ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ കിട്ടും. തന്നെയല്ല, ഇവർക്ക് പള്ളി ആയിട്ട് ബന്ധമുള്ള ഒരു സ്കൂളുണ്ട്, അവിടെ ഇവർ പറഞ്ഞാൽ മതി കിട്ടും. അങ്ങനെയാണ്. അങ്ങനെ ഇവരെന്നെ, ഞാൻ SSLCക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ 3 പേര് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയതിൻ്റെ വലിയ ആഘോഷമായിരുന്നു. മാർ തിമോത്തിയോസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന പൂരേച്ചിറയിലെ സ്കൂളിലാണ്. പാവ സ്കൂളാണ്. പാവപ്പെട്ട കുട്ടികളും അങ്ങനെയുള്ളവരൊക്കെ വന്ന് പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ വാങ്ങിയാണ് ഞാൻ SSLC പാസ്സാകുന്നത്. ഉടനെ തന്നെ TTCക്ക് പോകുന്നു. TTC ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സാവുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോഴേക്കും എനിക്ക് TTCക്ക് പോകുമ്പോൾ എൻ്റെ ആദ്യത്തെ മോള് പ്രഗ്നൻ്റ് ആവുന്നു. പിന്നെ അവളെയും വെച്ചുകൊണ്ടാണ് ആ 2 കൊല്ലം TTC ഞാൻ പാസ്സാകുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ സ്കൂളിൽ ജോലി കിട്ടുന്നു, UP സ്കൂളിൽ ജോലി കിട്ടുന്നു. വേണമെങ്കിൽ ഒരു ആളുടെ ജീവിതം വേണമെങ്കിൽ അവിടെ നിർത്താം. ജീവിതമല്ല, ജീവിതത്തിൻ്റെ വ്യാപാരങ്ങൾ അവിടെ വേണമെങ്കിൽ നിർത്താം. പക്ഷേ എനിക്കങ്ങനെ നിർത്താൻ പറ്റാത്ത ഒരു മാനസികമായൊരു അതൃപ്തിയും സങ്കടവും, അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള തോന്നലും, അറിയാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ഞാൻ കുറച്ചൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തന്നെ കവിതകൾ, കുഞ്ഞു കഥകളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നതുപോലെ എൻ്റെ സ്കൂളിൽ എൻ്റെ കൊളീഗ്സ് കുറച്ച് പേര്, മുതിർന്ന മാഷുമാരൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ഡിറ്റ് ലക്ഷ്മി നാരായണ മേനോൻ എന്ന് പറഞ്ഞ മലയാളത്തിലൊരു സാറ്, അദ്ദേഹം ഇന്നത്തെ നന്ദകിഷോർ എന്ന് പറയുന്നൊരു നർമ്മമൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അപ്പോൾ മാഷൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടി പഠിക്കൂ എന്ന് പറഞ്ഞു. അതൊരു ചരടാണ്, നമുക്ക് പിടിക്കാനുള്ളൊരു ഇതായി. അപ്പോൾ അതിൽ തന്നെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഈ ജോലി ചെയ്ത് വീട് നോക്കി പഠിക്കുക എന്ന് പറയുന്നത് അത് തന്നെയല്ല. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ഒരു 3-3.5 കിലോമീറ്റർ നടന്ന് തന്നെ വേണം സ്കൂളിലേക്കൊക്കെ എത്താൻ. അതോ അതിലധികം ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത്രയും ദൂരം നടന്നു വന്ന് സ്കൂളിൽ പഠിച്ചിട്ടാണ് തിരിച്ചു പോകേണ്ടത്. ഇതിനിടയ്ക്ക് എവിടെയും പഠിക്കാൻ നമുക്ക് നേരിടേണ്ടത്. പിന്നെ വീട്ടിൽ വരുമ്പോൾ വീടിൻ്റെ കാര്യങ്ങളുണ്ട്.
കുട്ടിയെ നോക്കണം. കുട്ടിയെ നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലുള്ളൊരു സംഗതിയിൽ ആരും ജോലി എടുക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ ആരും ജോലി എടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെയാണ് ആ വീടിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. എൻ്റെ പിന്നെ ഇൻലോസൊക്കെ എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ കാര്യമല്ല, അമ്മ, ചേച്ചിമാർ, അതുപോലെ തന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർ തന്നെയായിരുന്നു. മനസ്സിലായി, കാശുണ്ടെങ്കിലും കാശില്ലെങ്കിലും മണ്ണാണ് അവരുടെ ജീവനായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻലോസിൻ്റെ ഇടയിൽ ഈ മണ്ണ് കാലുമ്പിൽ ചെളിയാവുന്നത് സഹിക്കാൻ വയ്യാത്ത ആളുകൾ ചെന്നുപെട്ടാൽ എന്തുണ്ടാവും എന്ന ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനോട് മേർജ് ചെയ്തു. ഞാനും ആ പണികളിലൊക്കെ കൂടാനും, അതല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, അധ്വാന ഭാരമാണ് എന്ന് വെച്ചാലും അതൊന്നും നോക്കാതെ അതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ അന്ന് ചെയ്തത്. അതേസമയം മാനസികമായിട്ടുള്ള വലിയ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു താനും. പിന്നെ ഞാൻ പഠിപ്പിലേക്ക് പോയി. പിന്നെ 10 കൊല്ലം ഞാൻ UP സ്കൂളിൽ ജോലി ചെയ്തു. അങ്ങനെ ഈ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ PG വരെയുള്ള എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുന്നു. PSC ടെസ്റ്റ് എഴുതുന്നു. PSC 3rd റാങ്കായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് 78 വരെ ഞാൻ സ്കൂളിൽ ജോലി ചെയ്തു. 68 to 78 UP സ്കൂളിൽ ഞാൻ ജോലി ചെയ്തു. 78 മാർച്ചിൽ PSC സെലക്ഷൻ കിട്ടി, കോളേജിൽ ജോയിൻ ചെയ്തു. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലും, നമ്മൾ സൗഹൃദ വലയം വലുതാവുകയും നമ്മൾ ഈ പറയുന്ന വളരെ പരിമിതമായിട്ടുള്ള വളരെ 68-306 എന്നൊക്കെ പറയുന്ന ആ ഒരു പിൻകോഡിൽ നിന്ന് മാറി നമ്മൾ സിറ്റി സെൻട്രിക് ആയിട്ടുള്ള 68-001-002 നമ്മൾ കളിക്കാൻ തുടങ്ങും. ആ ഒരു മാറ്റം നമുക്ക് പേഴ്സണലായിട്ട് ഒരു സൈഡിൽ നമുക്കൊരു തുറവയാണ്, ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് അടുപ്പങ്ങൾ. എന്നാൽ അതേസമയം നമ്മൾ എന്തായിരിക്കണം എന്ന് സൊസൈറ്റി ആഗ്രഹിക്കുന്ന ചില സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോവുകയും വരുന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ. അതിനെപ്പറ്റി ഒന്ന് പറയാം. ആ കോൺട്രഡിക്ഷൻസ് എങ്ങനെ ഫേസ് ചെയ്ത്? എനിക്ക് തോന്നിയത് പലപ്പോഴും ഈ വാത്സല്യ സിനിമയില്ലേ, വാത്സല്യ സിനിമയിൽ മമ്മൂട്ടി ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്ന ആ ഒരു ചേച്ചിയാണല്ലോ, ഒരു മോഡേൺ ആയിട്ടുള്ള. ഐ തിങ്ക് യുവർ ലൈഫ് ഈസ് ഫ്രം ഹെർ പോയിന്റ് ഓഫ് വ്യൂ. അല്ല, അതൊക്കെ ശരിയാണ്. കാരണം എന്താ പറയുക, ഈ നമ്മൾ എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. എൻ്റെ ജീവിത വീക്ഷണം, അതല്ലെങ്കിൽ എൻ്റെ മതസങ്കല്പം, എൻ്റെ സൗന്ദര്യ സങ്കല്പം, ഇതിനോടൊക്കെ കോൺട്രഡിക്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ അച്ചീവ് ചെയ്യാനല്ലേ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, പിന്നെ കുമ്പസാരിക്കണം, കുർബാനയെ കൊള്ളണം. എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചെയ്യണോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല, ഇതിനകത്ത് നിലനിൽക്കുന്ന ക്രിസ്തു എവിടെ, പള്ളി എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളെ ഭീകരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പോൾ അനീതികൾ കാണുമ്പോൾ ആ അനീതികൾക്ക് എതിരെ എൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു സംഗതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെൻ്റെ ഫാദറൊക്കെയാണ് കാരണം. എന്തനീതി കണ്ടാലും അവിടെ തല ഉയർത്തി നിന്ന് ചോദ്യം ചോദിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നുള്ളതാണ് അപ്പൻ്റെ ഏറ്റവും വലിയ ശാസന. നമ്മൾ തല താഴ്ത്തി നിൽക്കാനോ അങ്ങോട്ട് നോക്കാനോ പാടില്ല. എൻ്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക എന്നാ പറയുക. എൻ്റെ കണ്ണിലേക്ക് നോക്കി നീ സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ച് പഠിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ തല താഴ്ത്തി നടക്കണം എന്നുള്ളതാണ് സാമൂഹ്യ പാഠം, അല്ലേ? സമൂഹം പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരാളുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്ടമല്ല. അത് കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ? കാരണം നമുക്ക് ഒരേ സമയം നമ്മളെ പേടി അങ്ങ് പോവുകയും ചെയ്തു, എന്നാൽ അതേസമയം ഈ സൊസൈറ്റിയിൽ തന്നെ നമ്മൾ ജീവിക്കുകയും വേണം. അതെ അതെ അതെ. അപ്പൊ പേടി മാറ്റുകയും ചെയ്തു, 15 വയസ്സിൽ കല്യാണം ചെയ്തു. വൈരുദ്ധ്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിനൊക്കെ മറികടക്കുക എന്നുള്ളതിൻ്റെ ആയിരുന്നു വെല്ലുവിളി. അത് വളരെ ബോധപൂർവം ചെയ്തിട്ടുള്ള ഒന്നല്ല കേട്ടോ. നമ്മുടെ തീരുമാനത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ പഠിക്കലായാലും, അതുപോലെ സമൂഹത്തോടുള്ള കലഹമായാലും, പിന്നെ വായന, നമ്മുടെ വായനയും അതിൻ്റെ ഒപ്പം വളരെ വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരി. ലവ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലേ? പ്രണയമില്ലാത്തൊരു മനുഷ്യനെ എന്തിനു കൊള്ളാം? അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും പ്രണയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രണയവും പിന്നെ വിവാഹവും തമ്മിൽ നമുക്ക് കൂട്ടിക്കുഴയ്ക്കാനേ പറ്റില്ല. കാരണം വിവാഹം ഇസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് അതിൻ്റെ പഠിക്കേ പോവുള്ളൂ. അതിനകത്ത് ഒട്ടും ജനാധിപത്യമില്ല, ഒട്ടും പ്രണയവുമില്ല. പ്രണയം ഉണ്ടായ ഭാഗ്യം, അത്രയേ ഉള്ളൂ. അതൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു സംവിധാനമാണ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതിനകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും, പരസ്പരം പൂരിപ്പിച്ച് ജീവിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. 2 കാളകളെ 2 വഴിക്ക് കെട്ടിയിട്ടിട്ട് ഓടിക്കുന്ന പോലെയുള്ള ജീവിതങ്ങളും ഉണ്ടാവും.
അപ്പോൾ ഞാൻ സ്കൂട്ടർ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൽ പരാമർശിച്ച ആ കുടുംബം അതാണ്. ഏത് വഴിക്കാണ് പോകേണ്ടതെന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല. ഒരു സ്കൂട്ടറിൽ പോയേ പറ്റുള്ളൂ. ഒരു സ്കൂട്ടറിൽ ഭാര്യ ഭർത്താവ് കുട്ടി പോയേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലും ഉണ്ടാവും. അതിൽ നമ്മൾ കണ്ടെത്തുന്ന പഴുതുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ തലമുറയിലെ ആളുകൾ വളരെ രഹസ്യമായിട്ടും വളരെ ഭീതിയോടുകൂടിയും വളരെ അപമാനത്തോടു കൂടിയും ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള പഴുത് മാത്രമായിരിക്കും പ്രണയം. അവിടെ അതിന് വളരാനോ വികസിക്കാനോ ആസ്വദിക്കാനോ ഉള്ള ഒരു സാഹചര്യമില്ല. കാരണം ഇത് നമ്മൾ ആന്തരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. അതേസമയം പുറത്ത് ഒരു സൊസൈറ്റി ഭയങ്കരമായ സദാചാര പ്രശ്നമായിട്ട് അതിനെ വിലയിരുത്താനും ആക്ഷേപിക്കാനും അപമാനിക്കാനും അതുപോലെ തന്നെ അത് ഭൂലോക തെറ്റായിട്ട് ചിത്രീകരിക്കാനും ഒക്കെയുള്ള ഒരു വലിയ സമൂഹം വാവിളർന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവമാണത്. മനസ്സിലായില്ലേ? ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകിച്ച് വിവാഹേതര പ്രണയം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ട് എങ്കിൽ പോലും എല്ലാവരും ഈ ഭീതിയിലും എല്ലാവരും ഈ അസ്വസ്ഥതയിലും അതേസമയം ഈ നമ്മളെന്താ പറയുക പറക മനക്കക കിനാവിലെ ഫലം ഭുജിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കുമാരനാശാൻ. ഇത് ഈ കിനാവിലെ ഫലം പോലെയാണ് പ്രണയം ആ കാലഘട്ടത്തിൽ. ആ ത്രില്ല് കൂട്ടുകയല്ലേ ചെയ്യുന്നത്? പക്ഷേ അതെന്താ അറിയോ, അതിനെ ത്രില്ലായിട്ട് എടുക്കാനൊന്നും അന്ന് കഴിയാത്ത വിധത്തിൽ കണ്ടീഷനിങ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് തെറ്റാണെന്നാണ് നമ്മുടെ മനസ്സിലുള്ള സംഗതി. പ്രണയം തെറ്റാണെന്ന് എൻ്റെ മനസ്സിൽ അടിയുറച്ച വിശ്വാസമാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ തെറ്റ് ഒരു തെറ്റുകാരിയാണ് ഞാൻ. ബിക്കോസ് ഞാൻ ഒരു വിവാഹേതര പ്രണയത്തിൽ ഏർപ്പെട്ടുള്ള ഒരു തെറ്റുകാരിയാണ്. ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം അതാണ്. യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് ഗതികേട് വന്നല്ലോ എന്നുള്ള വിഷമവും വേദനയും ഉണ്ട് താനും. മനസ്താപം, പശ്ചാത്താപം, ഇതൊക്കെയാണ് പ്രണയത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ല. അവിടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് നിഗൂഢമായിട്ടുള്ള ഒരു ആനന്ദമായിട്ട് വേറെ ആരുമായിട്ടും പങ്കുവയ്ക്കാൻ പറ്റാതെ ഒരാളോട് എൻ്റെയൊക്കെ സാഹചര്യത്തിലും പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ പറ്റാതെ സമൂഹത്തിന് മുമ്പിൽ തെറ്റുകാരിയായിട്ട് പ്രണയിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അതെൻ്റെ മാത്രം അനുഭവമല്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ കാലഘട്ടത്തിലെ കുട്ടികൾക്കത് മനസ്സിലാവില്ല. മാധവിക്കുട്ടി പ്രണയത്തെപ്പറ്റി അത്രയ്ക്ക് ഓപ്പണപ്പ് ചെയ്ത് പറയുന്നതിന് കാരണം അവരുടെ സാഹചര്യമാണ്. മാധവിക്കുട്ടി ജനിച്ചു വളർന്ന വീടിൻ്റെ സാഹചര്യം, അവർ കൽക്കത്ത പോലെയുള്ള സ്ഥലത്ത് അവർ പുറത്തു പോയി കണ്ടു വളർന്ന പ്രണയത്തിൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ ലൈഫിൻ്റെ എല്ലാവിധത്തിലുള്ള സംഗതികളും ഇതൊക്കെയുള്ള ഒരാൾക്ക് തുറന്നു പറയുന്ന പോലെ ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക സമൂഹത്തിൽ ജനിച്ചു വളർന്ന് ഭർത്താവിൻ്റെ കാലടിയിൽ മണ്ണെടുത്ത് തലയിൽ വെക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള അമ്മമാരുടെ ശിക്ഷണത്തിൽ വളർന്ന് ഒരു ഭയങ്കര കത്തോലിക്ക യാഥാസ്ഥിതിക കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് അയക്കപ്പെട്ട് അതൃപ്തി സഹിക്കവയ്യാതെ പിന്നെ പ്രണയിക്കുകയോ അല്ലെങ്കിൽ ഒരു പഴുതു തേടുകയോ ചെയ്യുന്ന ശബ്ദമില്ലാത്ത, ശബ്ദിക്കാൻ അറിയാത്ത ഒരു സ്ത്രീ അല്ല, അനേക സ്ത്രീകൾ. ഈ അനേക സ്ത്രീകളുടെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ കഥയുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും എൻ്റെ കഥ എഴുതാനുള്ള പ്രിവിലേജ് ഉണ്ടാവില്ല. ആ ഒരു കൺസർവേറ്റീവ് ധൈര്യം ഉണ്ടാവില്ല. അതൊന്നും എഴുതാനുള്ള ധൈര്യം ആ തലമുറയിലെ സ്ത്രീകൾക്ക് ഇല്ല. ഇതല്ല എനിക്ക് വേണ്ടതെന്ന് പറയാനുള്ള ധൈര്യം ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം സമ്മതിക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ? രസമുള്ള വരുന്നത് ഓൺ ദ അതർ സൈഡ് യു ആർ ഓൾസോ എ പോപ്പുലർ ഫിഗർ ബൈ ദാറ്റ് ടൈം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ കുരിയച്ചിറയിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷനും ഫോക്കസും. അതിൽ എനിക്ക് കിട്ടിയൊരു പ്രിവിലേജ് ഡോണ്ട് കെയർ എന്നായിരുന്നു എൻ്റെ മനോഭാവം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എനിക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ അത് ഞാൻ പരസ്യമായിട്ട് തന്നെ നടത്തും എന്നുള്ളതാണ്. അല്ലാതെ എനിക്കത് രഹസ്യമാക്കി അങ്ങനെയും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ യാത്ര ചെയ്യാനോ അതല്ലെങ്കിൽ പിന്നെ സഞ്ചരിക്കാനോ ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇതിനൊരു ഉദാഹരണം പറയൂ. ഹൗ യു വുഡ് നാവിഗേറ്റ് ദിസ്? എങ്ങനെയായിരുന്നു ആ സമയത്ത് ഈ ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് നമ്മൾ റിയലൈസ് ചെയ്തതെന്ന്? അത് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആവശ്യമാണല്ലോ. ആ ആവശ്യമായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകുമ്പോഴും അത് നമ്മളെ വിഷമിപ്പിക്കുമ്പോഴും ഒക്കെ തന്നെ അതിനു വേണ്ടി നമ്മൾ ജീവിച്ചു എന്നുള്ള അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഏതെങ്കിലും ഒരു വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും ഷെയർ ചെയ്യൂ. ഇതെങ്ങനെ പ്രാക്ടിക്കലി ഇതെങ്ങനെ? കാരണം ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഇന്നും ആൾക്കാർക്ക് രണ്ടുപേര് പ്രണയിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമൂഹം പലപ്പോഴും അതിന് തയ്യാറല്ല.
എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പം കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓരോ സാധനങ്ങളൊക്കെ വരുന്ന സമയമാണ്. ഒരു ഒരു സൂക്ഷ്മമായിട്ടൊരു നോട്ടമുണ്ട് ഓയോ എടുക്കുന്നവൻ, ഇവൻ എന്തിനാണ് ഈ ഓയോ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഗേൾഫ്രണ്ടുമായിട്ട് പോയിരിക്കാൻ പാർക്കിലോ ബസ് സ്റ്റാൻഡിലോ പള്ളിയിലോ പള്ളിമുറ്റത്തോ അമ്പലമുറ്റത്തോ പോയിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും സമ്മതിക്കില്ല. എന്താ പിന്നെ ഞങ്ങൾക്ക് സൗകര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന റൂം ഞങ്ങൾ എടുക്കുന്നു. ഇപ്പം അതില്ല, ഇപ്പം അത് കുറേം കൂടി മാറി. അപ്പൊ എനിക്ക് എന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്നെക്കാളും മുന്നിലുണ്ടായിരുന്ന ആൾക്കാരുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. അത് തീർച്ചയായിട്ടും പരിതാപകരം തന്നെയാണ്. അതിലേറ്റവും എല്ലാവരും ഈ എന്താ പറയുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇപ്പോഴും നമ്മുടെ കേരള സമൂഹത്തിന് പ്രത്യേകിച്ചും മറ്റൊരാളുടെ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് പ്രണയ ജീവിതത്തിൽ, ലൈംഗിക ജീവിതത്തിലൊക്കെ ഭയങ്കര എന്താ പറയുക ഇതും വെച്ച് കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് വ്യാഖ്യാനിക്കാനും അതിനെ എത്രമാത്രം വഷളാക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോൾ കോളേജിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തെ ഒരു മാഷുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബൈനോക്കുലർ ഉണ്ട്. ഇത് വെച്ചിട്ട് മൂപ്പര് ടെറസിന് മുകളിൽ വിക്ടോറിയ കോളേജിൻ്റെ ആ ഏറ്റവും പൊക്കത്തുള്ളിൽ കയറി നിൽക്കും. ഏതെങ്കിലും മൂലയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രണയിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണത്. എവിടെയെങ്കിലും രഹസ്യമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് ചാടി ഓടി വന്ന് അവറ്റങ്ങളെ തുരത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആത്മഹത്യ വരെ സംഭവിച്ചിട്ടുണ്ട് അവിടെ കേട്ടോ. 2 കുട്ടികൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന 2 മിടുക്കരായിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ അവർ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ എന്താ പറയുക, ഈ കണ്ടുപിടുത്തക്കാരെ കൊണ്ട് ശല്യം സഹിക്കാതെ. അപ്പോൾ പ്രണയം കുറ്റമാണ്, മനസ്സിലായോ? അത് വിവാഹത്തിന് മുമ്പായാലും കുറ്റമാണ്, വിവാഹേതരമായാലും കുറ്റമാണ്, എപ്പോഴായാലും പ്രണയം കുറ്റമാണ് എന്ന് വിശ്വസിച്ച് പോന്നിരുന്ന ഒരു തലമുറയുടെ സദാചാര സങ്കല്പം, അതിനകത്ത് വളരെ ഞെങ്ങി ജീവിച്ച ആളുകൾ, ഏറ്റവും യാതന അനുഭവിച്ച് ജീവിച്ച ആളുകളാണ് ഞങ്ങളുടെയൊക്കെ തലമുറ എന്ന് പറഞ്ഞാൽ. അവിടെ ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക് ചെയ്ത് അതല്ലെങ്കിൽ തുറന്നു പറഞ്ഞ് പിന്നെ പ്രണയം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് സ്ഥാപിച്ച ആളാണ് മാധവിക്കുട്ടി. നമ്മളൊക്കെ അത് കഥകളിലൊക്കെ വേണമെങ്കിൽ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക എന്നല്ലാതെ അങ്ങനെ തുറന്നെഴുതാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല, സൂചിപ്പിക്കാനേ പറ്റില്ല. ടീച്ചറുടെ കേസിൽ എനിക്ക് തോന്നിയത്, ടീച്ചർ ഒരു മാർഗരറ്റ് അറ്റ്വുഡ് പോലത്തെ ഒരു കഥാപാത്രമാണ് മലയാളത്തിൽ. അത് ഒരുപാട് വർഷങ്ങളായിട്ട് നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, കഥകളല്ല നോവൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരുപാട് അതിൻ്റെ പാരലായിട്ടൊരു നോൺ ഫിക്ഷൻ ആക്ടിവിസം കാര്യങ്ങൾ. അപ്പം ഈ ഫിക്ഷനും നോൺ ഫിക്ഷനും തമ്മിലുള്ളൊരു ഒരു ബന്ധം, ഇത് ഫിക്ഷനിൽ പറ്റാത്ത കാര്യങ്ങൾ നോൺ ഫിക്ഷനിൽ, അല്ലെങ്കിൽ ഫിക്ഷനേക്കാളും റിയലായിട്ട് ആൾക്കാർ അറിയണമെന്ന് പറയുന്നത് നോൺ ഫിക്ഷനിൽ എഴുതുന്നു, നോൺ ഫിക്ഷനിൽ പറ്റാത്ത കാര്യങ്ങൾ ഫിക്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ സൂചന കൊടുക്കുന്നു. ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് but do you think Kerala realizes that you're a Margaret Atwood kind of a figure? കേരളം ടീച്ചറെ ആ രീതിയിൽ അടയാളപ്പെടുത്തിയെന്നോ ആ രീതിയിൽ കണ്ടിട്ടുണ്ടെന്നോ ടീച്ചർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ ഒട്ടും അങ്ങനെ എങ്ങനെയാണ് എന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിനെ ചിന്തിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോഴൊക്കെ വിഷമം തോന്നും, ഈ പെണ്ണെഴുത്ത് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കപ്പെടാതെ പോകുന്ന ഒരു അനുഭവമുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയമായതുകൊണ്ട് മാർജിനലൈസ് ചെയ്ത് ഈ കുത്തക ആളുകൾ മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ള തോന്നൽ വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്തോ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെയൊക്കെ എൻ്റെ എഴുത്തുകൊണ്ടും എൻ്റെ നിലപാട് കൊണ്ടും എൻ്റെ പ്രവർത്തനം കൊണ്ടും ഇതിനേക്കാൾ വലുതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു തീരുമാനം എനിക്കുണ്ട്. ഇതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്രസ്ഡ് ആവാനോ തകർന്നു പോകാനോ ഞാൻ തയ്യാറല്ല. കാരണം ഭയങ്കര പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നു. ഒരുപാട് മനുഷ്യർ എന്നേക്കാളൊക്കെ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിങ്ങനെ നിരന്തരം മണ്ണിൽ വീണുകൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ നിസ്സാര കാര്യം പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ തകർന്നടിയാനോ നമുക്ക് അവകാശമില്ല സത്യത്തിൽ. ഈ പെണ്ണെടുത്ത് എന്ന് പറയുന്നത് അന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണെങ്കിലും ഇന്ന് അതിപ്പോൾ ഒരു എനിക്കത് ഇച്ചിരി ഗെറ്റോയിസ്ഡ് ആയിട്ട് പോലും. ഇപ്പോൾ കഴിഞ്ഞ ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഞാൻ നോക്കുന്ന സമയത്ത്
പെണ്ണെഴുത്തെന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ പാനൽ വെച്ചിരിക്കുന്നു, അതിൽ കുറേ സ്ത്രീകൾ വെച്ചിരിക്കുന്നു. ആണെഴുത്തെന്ന് പറഞ്ഞിട്ട് പാനലില്ല. ലോകത്തെ എല്ലാ കാര്യവും അതെ, മറ്റു അത് പാനലുകളാണ്. വലിയൊരു തെറ്റിദ്ധാരണ. പെണ്ണെഴുത്ത് ഇസ് എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. അത് ആ രീതിയിൽ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പെണ്ണെഴുതുന്നത് പെണ്ണെഴുത്ത്, ആണെഴുതുന്ന ആണെഴുത്ത് എന്നാണ്. അതുപോലെ അസംബന്ധം വേറൊന്നുമില്ല. പെണ്ണെഴുത്ത് ഇസ് പൊളിറ്റിക്കൽ. ഒരു സ്ത്രീയുടെ അനുഭവങ്ങൾ ആ സ്ത്രീയുടെ തന്നെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളുടെ ഭാഷയിൽ അവളുടെ ജീവിത വീക്ഷണത്തോടെ ദർശനത്തോടെ ആഖ്യാനം ചെയ്യുക എന്നുള്ളതാണ് പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ. അത് ഇതുവരെ മുഖ്യധാരയിൽ ഉണ്ടായിട്ടില്ല. മുഖ്യധാരാ സാഹിത്യത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത കുറേയധികം കാര്യങ്ങൾ സ്ത്രീ അവളുടെ അനുഭവത്തെ ആഖ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നു. അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഒരു സ്ത്രീ എന്തനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ആഖ്യാനമാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ആ എഴുത്തിൽ വരുന്നത്. അത് പെണ്ണ് എഴുതുക എന്നുള്ളത് അതിൽ വിവക്ഷയേ ഇല്ല. മനസ്സിലായില്ലേ? അത് ലിംഗപരമല്ല. അത് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ടേമും അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാഴ്ചപ്പാടും ലിംഗപരമല്ല. ഇത് ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, അത് കൂടുതൽ സത്യസന്ധമാവുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ ലാവണ്യ കാഴ്ചപ്പാടാണ്. ഒരു പുതിയ സൗന്ദര്യ സങ്കല്പമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പുതിയ രാഷ്ട്രീയമാണത് മുന്നോട്ട് വയ്ക്കുന്നത്. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് നിലനിൽക്കുന്ന പാട്രിയാർക്കലായിട്ടുള്ള ഒരു വ്യവസ്ഥയോട് അത് കലഹിക്കുന്നു എന്ന് പറയുക. പാട്രിയാർക്കലായ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അതിലില്ലാത്ത മനുഷ്യരെ, അത് അംഗീകരിക്കാത്ത മനുഷ്യരെ, അത് മാർജിനലൈസ് ചെയ്ത് നിർത്തിയിട്ടുള്ള മനുഷ്യരെ, അവരെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ് സത്യത്തിൽ ഫെമിനിസവും പെണ്ണെഴുത്തൊക്കെ ചെയ്യുന്നത്. ഇത് സത്യത്തിൽ ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. ആണുങ്ങളാണ് പെണ്ണെഴുത്ത് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്, ചെറുപ്പക്കാരുടെ ഇടങ്ങളിൽ. കാരണം ഇതൊരു കോട്ടേജ് ഇൻഡസ്ട്രി ആണല്ലോ. ഞാൻ പെണ്ണുങ്ങളോട് കുറച്ച് റെസ്പെക്ട്ഫുൾ ആണ്, ഞാൻ കുറച്ച് മര്യാദയ്ക്കുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്ന അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണുന്ന എന്നാൽ അതേസമയം തിരിച്ച് ദിസ് ഇസ് സംതിങ് ഐ വാണ്ട് ടു ആസ്ക് യു. തിരിച്ച് ഈ സ്ത്രീകളാണെങ്കിൽ ട്രാഡ് വൈഫ് ആവുക, ഞാൻ വളരെ കുലീനയാണ്, കുട്ടികളെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം, ഭർത്താവിന് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം, ഭർത്താവ് ഓഫീസ് വിട്ട് വരുമ്പോൾ ചായയും പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ളത്, അതിന് റീൽ ഉണ്ടാക്കുക. ദിസ് മസ്റ്റ് ബി ലൈക്ക് വെരി വിയേർഡ് ഫോർ യു. കാരണം ടീച്ചർ 80-ാം വയസ്സിൽ നിൽക്കുന്ന സമയത്ത് യു ഹവ് സ്ട്രഗിൾ ഹാർഡ് ടു ബ്രേക്ക് അവേ ഫ്രം ദിസ് ട്രാഡ് വൈഫ്. എന്നിട്ട് 80-ാം വയസ്സിൽ ടീച്ചർ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയത്ത് ഇതൊരു ഭയങ്കര സിമ്പിളായിട്ട് കാണുന്നതാണ്. ഇത് തോന്നാറുണ്ട് ഈ ഒരു. പിന്നെ തീർച്ചയായിട്ടും അത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളൊക്കെ അന്ന് മുന്നോട്ട് വെച്ചാൽ ഞാൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് വളരെ വളരെ ആഴത്തിലാണ് കേട്ടോ. അപ്പം ഞങ്ങളിതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച ആളുകളാണ് അന്നത്തെ പെണ്ണെഴുത്തല്ല, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്, മാനുഷി പോലെയുള്ള മൂവ്മെൻറ്റ്. അത് മാനുഷി മാത്രമായിരുന്നില്ല, അജിതേര മൂവ്മെൻറ്റ്, പിന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കുറേ പേര്, ഇപ്പോൾ ഡോക്ടർ ജയശ്രീ, അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുവന്ന ഈ ആശയങ്ങളെ വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അതിൻ്റെ ഏതാനും വശങ്ങൾ നടന്നു എന്നല്ലാതെ അത് ഉദ്ദേശിച്ച തലത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ട് ഇപ്പോഴും വളരെ ഉണ്ടാവുക ചെയ്തിട്ടില്ല. അതിൻ്റെ കുറേ ഭാഗങ്ങൾ എടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ WCC പോലെയുള്ളൊരു സംഘടന ഉണ്ടാവാൻ അത് കാരണമായി. ഓരോ പെൺകുട്ടിയും സ്വന്തം അവകാശങ്ങളെ പറ്റി ഉറക്കെ സംസാരിക്കാൻ അത് പ്രാപ്തമായി. അത് ഒരു ഡെവലപ്മെൻറ്റാണ്. അത് പ്രാപ്തമായി അത് കാരണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് പല ഘടകങ്ങൾ ചേർന്നിട്ടാണ്. ഇപ്പോൾ കോർപ്പറേറ്റുകൾ കൊണ്ടുവന്ന ഒരു സ്വാതന്ത്ര്യവും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്കണോമി കൊണ്ടുവരുന്ന ഒരു സ്വാതന്ത്ര്യം, അങ്ങനെ നിരവധി ഘടകങ്ങൾ ചേർന്നിട്ടാണ് വലിയ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ, അതായത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽപ്പിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം, അതിൽ പരിസ്ഥിതിയുടെയും ദളിതരുടെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും സ്ത്രീകളുടെ ഒക്കെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഒന്നിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റായിട്ട് ഫെമിനിസത്തിന് വളരാൻ പറ്റുമായിരുന്നു. ആ രീതിയിലേക്ക് അത് വളരെ വികസിക്കുകയും ചെയ്തിട്ടില്ല. ടീച്ചർക്ക് അതൊരു വിൻഡിക്കേഷൻ തോന്നാറുണ്ടോ? ഇപ്പം സ്ത്രീകൾ ഈ പറയുന്ന 30-ാം വയസ്സിൽ വിവാഹം വേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം നയിക്കണം, ജോലിക്ക് പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ സ്വാതന്ത്ര്യബോധം നേടിയിട്ട് സ്വയം നിർണയാവകാശം എന്നൊക്കെ നമ്മൾ പറയും. എൻ്റെ ലൈംഗിക സ്വയം നിർണയാവകാശം, എൻ്റെ ജീവിതം എൻ്റെയാണ്, എൻ്റെ ശരീരം എൻ്റെയാണ്, ആ ശരീരത്തിൻ്റെ പൂർണ്ണ അധികാരി ഞാനാണ്. അതുകൊണ്ട് ഞാൻ ഡിസിഷൻ എടുക്കും. കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കണ്ടേ, കുട്ടി വേണോ, കുട്ടി വേണ്ടേ,
ഇതൊക്കെ ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ശരീരത്തിൻ്റെ പൂർണ്ണാവകാശിക്ക് അവകാശമുണ്ട് എന്നുള്ളത് മാറി വന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിനു മുമ്പ് അങ്ങനെയായിരുന്നില്ല. ഈ കുമാരനാശാനൊക്കെ പറയുന്ന പോലെ എന്താ പറയുക, ഗുരുജനവചനം, കുലക്രമം, തരുണികൾ തന്നുടെ അസ്വതന്ത്രത, അത് കാരണം കൊണ്ട് അവളവളുടെ കാമിതം മറച്ചു എന്നാണ്. എന്നിട്ട് വിവാഹത്തിന് കീഴടങ്ങി എന്നാണ്. എന്നിട്ട് ആ വിവാഹം ആവാതെ വന്നപ്പോൾ മദനനെ ചൊല്ലി സങ്കടപ്പെടുകയും കാമുകൻ്റെ ഒപ്പം രേവാനദിയിൽ ചാടി മരിക്കുകയും ചെയ്യുകയാണ്. കുമാരനാശാൻ ആ കാലഘട്ടത്തിൽ എഴുതിയൊരു സംഭവം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ കാലഘട്ടത്തിൽ എൻ്റെ ശരീരം എൻ്റെയാണ്, എൻ്റെ സ്വയം നിർണയാവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് ഉണ്ട്, സോഷ്യൽ ചേഞ്ച് ഉണ്ട്. തന്നെയല്ല, ഫെമിനിസം അഭിസംബോധന ചെയ്ത് സ്ത്രീകളെ എന്നതിനേക്കാളധികം പുരുഷന്മാരെയാണ്. അവർ മാറാൻ നിർബന്ധിതരായി. അവരാണ് മാറിയത്. സത്യത്തിൽ സ്ത്രീകളെക്കാളധികം പുരുഷന്മാർ മാറിയിട്ടുണ്ട്. അവർക്കറിയാം, ലജ്ജാകരമാണ് എൻ്റെ മേലെ ആക്ഷേപിക്കപ്പെടുന്ന ഈ പാട്രിയാർക്കൽ അധികാരം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു വടി പിടിച്ച അധികാരിയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്വാലിറ്റിയെക്കുറിച്ചിട്ടുള്ള ബോധം വളരെ കൂടുതൽ പുരുഷന്മാരിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കാരണം അമ്മ പഠിപ്പിച്ച മകൻ ചൂലെടുക്കില്ല, അടിച്ചു വാരില്ല, പാത്രം കഴുകില്ല, ഭാര്യയെ എടി വാടി പൊടി ചേടി കിടക്കടി നടക്കടി എന്ന് പറയാനുള്ള ഒരാളാണ് ഞാൻ, അത് അവൾ അനുസരിക്കേണ്ടതാണ് എന്ന് പറയുന്നിടത്തു നിന്ന് അനുസരിപ്പിക്കാൻ ഞാനാരെ എന്നൊരു ചോദ്യം ചോദിക്കാനായിട്ട് അയാൾ നിർബന്ധിതനാകുന്നുണ്ട്. അവിടെയാണ് ഇക്വാലിറ്റിയിലേക്ക് 2 പടി അയാൾ കയറിയത്. അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്നത്, പാർട്ട്ണറുടെ അടുത്തേക്ക്. അയാൾ ഉയരെ നിൽക്കുകയായിരുന്നു, കയറി എന്നല്ല പറയാൻ പറ്റുക, ഉയരെ നിൽക്കുകയായിരുന്ന എന്ന് ഭാവിച്ചിരുന്ന, ശീലിച്ചിരുന്ന, അന്ധമായിട്ട് അത് വിശ്വസിച്ചിരുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ എൻ്റെ പാർട്ട്ണറുടെ തുല്യതയിലേക്ക് താഴെ വരികയാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ തൻ്റെ തുല്യതയിലേക്ക് അവളെ കൈപ്പിടിച്ചുയർത്തുക എന്ന് ഈക്വലായിട്ട് കാണാനുള്ളൊരു മനോഭാവം സമൂഹത്തിൽ പെണ്ണിൻ്റെയും ആണിൻ്റെയും ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫെമിനിസ്റ്റ് തിങ്കിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട്. അതില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അന്ന് ഈ 80കളിലും 90കളിലും 2000കളിലും ഒക്കെ ഈ മാനുഷ്യ പോലുള്ളൊരു സംഘടന നിർമ്മിക്കുക, അതിന് വർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് പൊളിറ്റിക്കലായിട്ടൊരു മാറ്റമാണ്, ഇത് ആളുകളിൽ കൾച്ചറലായിട്ട് ഈ മാറ്റം ഉണ്ടാവണം എന്നല്ല വിചാരിക്കുന്നത്. പക്ഷേ പിന്നീട് ഇപ്പം നോക്കുന്ന സമയത്ത് അതാണോ അത് കുറേയും കൂടി എക്കണോമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ടീച്ചർ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് മുന്നേ പറഞ്ഞ ആ ഒരു കാര്യങ്ങളുണ്ട്, പെർമനൻസി എന്നുള്ളൊരു സാധനം ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് പോയി, അതുമായിട്ടുണ്ടാവുന്ന ഈ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ ജെൻ എക്സ് വൈ ഒക്കെ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണത്. അവരുടെ ഒരു പീരീഡിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെയൊക്കെ പീരീഡിൽ ഇപ്പോൾ ഞാൻ ഒക്കെ എന്താണ് ബേബി ബൂൺസ് അതിൽ വരുന്നതാണ്. അതിൻ്റെ എൻഡിലാണ് ടെലിവിഷൻ വരുന്നത്. ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു 50ാമത്തെ വയസ്സിലൊക്കെയാണെന്ന് തോന്നുന്നു, 40കളുടെ എൻഡിലാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്, പാലക്കാട്ടുള്ള BPL എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടി വി വാങ്ങിയിട്ട്, ചെറിയൊരു ടി വി വാങ്ങിയിട്ട് ആഘോഷമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ അപ്പോൾ ടി വിയുടെ ഒക്കെ ഒരു തുടക്കം, ദൃശ്യമാധ്യമത്തിൻ്റെ ഒരു വലിയ വരവ്. അന്ന് ദൂരദർശൻ മാത്രമാണ് വാർത്തയ്ക്കും വിനോദങ്ങൾക്കുള്ളൊരു ഉപാധി ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഏഷ്യാനെറ്റ് വരുന്നത്. അതൊരു വലിയൊരു ആശയപരമായിട്ടുള്ള ഒരു വിശാലത നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വിശാലമായ രീതിയിൽ അറിയാനും ഇതൊക്കെ സഹായിക്കുന്ന ഒരു ദൃശ്യമാധ്യമം നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുവരെ രാവിലെ എഴുന്നേറ്റ് അമ്മ റേഡിയോ ഓണാക്കും, അമ്മ കിടക്കാൻ നേരത്ത് രാത്രി റേഡിയോ ഓഫാക്കും. അങ്ങനെയായിരുന്നു വീടുകളിൽ. റേഡിയോ ഓണാക്കി വെക്കും, അതതിൻ്റെ ധർമ്മം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കും. ബോധപൂർവ്വം അബോധപൂർവ്വം നമ്മളിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ റേഡിയോ വൺ സൈഡിൽ നിന്നുള്ള ഒരു ആക്രമണമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. തിരിച്ച് നമുക്ക് ഒന്നുമേ പറയാൻ പറ്റില്ല. പക്ഷേ അതുണ്ടാക്കിയ ഒരു കൾച്ചറൽ, ഒരു സാംസ്കാരികമായ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും റേഡിയോ ശ്രദ്ധിക്കുന്ന ആളുകൾ ഗ്രാമീണരിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അന്ന് റേഡിയോ മാത്രം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ടെലിവിഷനും കൂടി വരികയാണ്. എൻ്റെ അടുത്ത് നമ്മൾ കാണുന്ന ഡിജിറ്റൽ ലോകത്തിലേക്ക് കയറിപ്പോകുന്ന മൊബൈൽ ഫോൺ വരുന്നു. മൊബൈൽ ഫോൺ വരുന്നതോട് കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, അത് പ്രത്യേകിച്ചും മൊബൈൽ ഫോണിൽ വന്നിട്ടുള്ള ഓരോ, ഇന്നിപ്പോൾ ഏതാണ് പിന്നെ iPhone 17 അതാണോ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയോ? ഇല്ല അല്ലേ? ഓക്കെ. iPhone 17 വരെ എത്തി നിൽക്കുന്ന ഒരു വൻ വിവര വിപ്ലവത്തിൻ്റെ ഒരു ടെക്നോളജി, അതിൻ്റെ ഒരു ഉപകരണം കയ്യിൽ പിടിച്ചിട്ടാണ് പിന്നത്തെ തലമുറകൾ മുന്നോട്ട് പോകുന്നത്. AI വരുന്നതോട് കൂടിയിട്ട് ഈ തലമുറ നമ്മൾ നോക്കുക.
ഈ തലമുറയ്ക്ക് സംഭവിച്ചു, ഞങ്ങളുടെയൊക്കെ തലമുറ വരെ ഇപ്പോൾ എക്സ് വൈ ഒക്കെ വരെയും എനിക്ക് തോന്നുന്നു ജീവിതം സ്ഥിരതയുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾ പഠിക്കുന്നു, സ്ഥിരതയുണ്ട് പഠിപ്പിന്. ഇന്നത്തെ പോലെ പരീക്ഷ ചോർച്ച അങ്ങനത്തെ അവിശ്വാസത്തിൻ്റെ ഘടകമൊക്കെ വളരെ കുറവായിരുന്നു. അന്നും ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ നമ്മളറിയുന്നില്ല. പഠിക്കുന്നു, നമ്മൾ പാസ്സാവുന്നു, നമുക്ക് ജോലിക്ക് PSC ഉണ്ട്, അല്ലെങ്കിൽ സാധ്യതകളുണ്ട്, നമ്മൾ അന്വേഷിക്കുന്നു, നമുക്ക് ജോലി കിട്ടുന്നു, ജോലി സ്ഥിരം ആണ്. ഒരാൾക്ക് ജോലി കിട്ടിയ ആ ജോലിയിൽ നിന്ന് അയാളെ പുറത്താക്കാൻ, സർക്കാർ ജോലി പ്രത്യേകിച്ചും, അയാളെ പുറത്താക്കാൻ എളുപ്പമൊന്നുമല്ല. അയാൾ സ്ഥിരമായ വരുമാനത്തോടുകൂടി ജീവിക്കുന്നു, അയാൾക്ക് സ്ഥിരമായൊരു വീടുണ്ടാവുന്നു, കാറുണ്ടാവുന്നു, സൗകര്യങ്ങളുണ്ടാവുന്നു, അയാൾക്ക് കുട്ടികളുണ്ടാവുന്നു, അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ ജീവിതം വളരെ സ്ഥിരമാണ്. അയാൾ പെൻഷൻ റിട്ടയർ ചെയ്ത അയാൾക്ക് സ്ഥിരമായിട്ട് പെൻഷൻ കിട്ടുന്നു. ഈ ജീവിതത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു ഉറപ്പ്, ജീവിതത്തിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. ഈ സാമ്പത്തികമായ ഉറപ്പ്, ജോലി കിട്ടാനുള്ള ജോലിയില്ലാത്ത അവസ്ഥ അന്നും ഉണ്ട്. പക്ഷേ സാധ്യതകൾ, ജോലി കിട്ടാനുള്ള സാധ്യതകൾക്ക് ഇന്നത്തേതുപോലെ ചുരുങ്ങിയിട്ടില്ല. ഇന്നത്തേതുപോലെ ചുരുങ്ങി ഇല്ലാതായിട്ടില്ല. അന്നും എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ട് പോകുന്ന മനുഷ്യന്മാർ ഉണ്ട്. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോഴേക്കും നമുക്കറിയാം, ലോക സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്ന ഏതാനും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. അവരെ ദാസന്മാരായിട്ട് പണിയെടുക്കുക, ദാസികളായിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മക്കളുടെ വളർച്ചയിൽ വന്നിട്ടുള്ളൊരു വലിയ മാറ്റം എന്ന് പറയുന്നത്. അപ്പോഴേക്കും അവർ ആഗോളമായിട്ട് ഉള്ള പൗരന്മാരായിട്ട് കഴിഞ്ഞു. ആഗോളം ആണ് അത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയിട്ടും അവർക്ക് പണി അന്വേഷിക്കാം. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. കിട്ടിയ ജോലിക്ക് സ്ഥിരതയുണ്ടോ എന്നുള്ളത് കോർപ്പറേറ്റ് മുതലാളിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടിരിക്കും. 200 പേരെ കൂട്ടത്തോടെ 300 പേരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടാൽ എൻ്റെ ജോലി സ്ഥിരത എന്ന് പറയുന്ന സംഗതി ഇല്ല. ഞാൻ എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ജോലി കിട്ടി ഇവിടെ ഉറച്ചിരുന്നിട്ട് ഭരിക്കുന്ന പോലെയല്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജോലി. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ ഞാൻ 1 2 3 4 ജോലികൾ കണ്ടുവച്ചു. ആ കണ്ടുവച്ചതിൻ്റെ പിന്നാലെ ഒന്ന് പോയാൽ പോട്ടെ. ഈ ഒരു സാമ്പത്തിക അവസ്ഥ, ഇതിൻ്റെ അസ്ഥിരത, ഇതിൻ്റെ എന്താ പറയുക ഉറപ്പില്ലായ്മ, ഇതിൻ്റെ ഒരു ഭയം അവരുടെ ജീവിതത്തിലും ബന്ധങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ എന്നല്ല ഞാൻ പറയണത്, തലമുറകളുടെ ബന്ധത്തിൽ അത് നമ്മൾ കാണാൻ പറ്റും. മറ്റേത് വർഗശത്രു എന്ന് പറഞ്ഞാൽ ശരി, 2 വിഭാഗമേ ഉള്ളൂ, ശത്രുവും മിത്രും എന്ന് പറയുന്ന, ഉള്ളവനും ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ 2 വിഭാഗങ്ങൾ തലൂടിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. കാര്യങ്ങളാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ തേടിക്കൊണ്ടേയിരിക്കണം. ആ തേടൽ എന്ന് പറയുന്നത് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഉള്ള ഏതൊരു ഇതിൽ പറയുന്നത്, ഇത് ആധുനികമാണ് എങ്കിൽ ഈ ആധുനികതയുടെ സ്വഭാവം ലിക്വിഡാണ്. ഒരു ദ്രവ ആധുനികത, മറ്റേ ആധുനികതയല്ല, സോളിഡ് അല്ല. ഇത് ടീച്ചറെ സംബന്ധിച്ച് ഇത് വളരെ വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല പലപ്പോഴും. അതായത് 90കളിൽ ഞങ്ങൾ എന്തിനു വേണ്ടി അടിയുണ്ടാക്കിയോ വാദിച്ചോ അത് ഇന്ന് വളരെ നാച്ചുറലായിട്ട് ജീൻസ് ഇടുമ്പോൾ അന്ന് ഈ പറയുന്ന പ്രണയം, വിവാഹം, നേരത്തെ പറഞ്ഞ പോലെ അത് നൈരാശ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ജീവിതത്തിലൊരു ബ്രേക്കാണ്, ഒരു പെർമനൻസി ഒരു ബ്രേക്കാണ്. പോയി ആത്മഹത്യ ചെയ്തു. ടീച്ചർ പറഞ്ഞില്ല, മറ്റേ രമണൻ ആത്മഹത്യ ചെയ്യുന്നു. തുടർന്നും ആത്മഹത്യകൾ ഉണ്ടാവുന്നു. പിന്നെ വണ്ടിയുടെ മുമ്പിൽ ചാടിയോ വിഷം കഴിച്ചോ ഒക്കെ തന്നെ പ്രണയ നൈരാശ്യം എന്ന് പറയുന്ന വാക്ക് അവിടെ നിന്ന് ഇന്ന് വന്ന് നോക്കും. ഇന്ന് നിൽക്കുന്ന സമയത്ത് ഇതെങ്ങനെ കാണുന്നത്? അത് വളരെ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എനിക്കിപ്പോൾ ജെൻസിയെ പഠിക്കാനാണ് ഏറ്റവും കൗതുകം. എന്താണ് ഈ കുട്ടികളുടെ ചിന്ത, എങ്ങനെയാണ് കുട്ടികൾ പിന്നെ ജീവിത ദർശനം എന്ന് പറയുന്നത്, ഓരോ തലമുറയുടെ ഒരു ജീവിത ദർശനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മക്കൾ പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഘടന, ഇപ്പോൾ ഓരോ സാമ്പത്തിക ഘടനയ്ക്കനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലെല്ലാം ഉണ്ടാവും. ആർക്കിടെക്ചർ അടക്കം നമുക്കറിയാലോ. ഇപ്പോൾ കാർഷിക വ്യവസ്ഥയിലുണ്ടായിരുന്ന ആർക്കിടെക്ചറേ അല്ല ഒരു മുതലാളിത്ത വ്യവസ്ഥയിലെ അണുകുടുംബങ്ങൾക്ക് വേണ്ട ആർക്കിടെക്ചർ. അതേ അല്ല ഇപ്പോൾ ഒഴുകി നടക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, സ്ഥിരതയില്ലാത്ത, അല്ലെങ്കിൽ സ്ഥിരത വേണ്ടാത്ത, ഇല്ലയെന്ന് ഞാൻ പറയില്ല, വേണ്ടാത്ത, ആഗ്രഹിക്കാത്ത ഒരു തലമുറയ്ക്ക് വേണ്ടത് അങ്ങനെയുള്ള ഒരു കൂടാരങ്ങൾ മതി അവർക്ക് വേണമെങ്കിൽ. അപ്പോൾ അത് മൊത്തം ജീവിതത്തിൻ്റെ എല്ലാ ഇതുകളിലും അത് പ്രതിഫലിക്കും. ഞാൻ വളരെ ക്യൂരിയസ്. അവരെ പറ്റി പഠിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. കാരണം 2-3 കാര്യങ്ങളാണത്. ഒന്ന്, എന്തപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തെ നോക്കുമ്പോൾ ഒരു ജാഥ പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ 2 കുട്ടികൾ സൈക്കിൾ ചവിട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ.
സൈക്കിൾ ചവിട്ടുന്ന കുട്ടികളുണ്ടായിട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിട്ട് സൈക്കിൾ ചവിട്ടി ജാഥയുടെ മുമ്പിൽ പോകാൻ പേടിയായിട്ട് കുട്ടികൾ വന്നില്ല. ഇന്ന് റോഡ് കീഴടക്കിയിരിക്കുന്നത് സ്ത്രീകളാണ് അല്ലേ? ഇതിന് പല കാരണങ്ങളുണ്ട്. ഫെമിനിസം മാത്രമൊന്നുമല്ല അതിൻ്റെ കാരണം. സ്ത്രീകളിലുണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവ്, ഒരു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും അതിനനുകൂലമായിട്ടുള്ള സാമ്പത്തിക ഘടകങ്ങൾ വന്നു ചേരുകയാണ്. കോർപ്പറേറ്റുകളായിട്ടും ജോലിയായിട്ടും അങ്ങനെ. ഇപ്പോൾ സ്ത്രീകൾക്ക് എവിടെ പോയി എന്തും ജോലി ചെയ്യാമെന്നുള്ള പറയുന്ന ഒരു വിസിബിലിറ്റി, സ്ത്രീകളുടെ വലിയൊരു വിസിബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ കുറച്ച് മുമ്പായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ പൊതുരംഗത്ത് ഉണ്ട്, സ്ത്രീകൾ വിസിബിൾ ആണ്, അവർ അഭിപ്രായം പറയുന്നുണ്ട്, അവർക്ക് അവകാശബോധം ഉണ്ട്, അവർ പൊളിറ്റിക്കൽ ആണ്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലേക്കാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ഈ സംഗതികളും കൂടി കടന്നു വരുന്നത്. ഇനി നിങ്ങൾ ഒരു ഡിജിറ്റൽ സംവിധാനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ലിംഗഭേദം ഇല്ല അവിടെ. ഒരു ലിംഗഭേദത്തിൻ്റെ ആവശ്യമില്ല. നീ സ്വൈപ്പ് ചെയ്താലും അവൾ സ്വൈപ്പ് ചെയ്താലും ഒരുപോലെ തന്നെയാണ് അല്ലേ? സ്വൈപ്പ് ചെയ്യുന്നതൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു സംഭവം ഇല്ല. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായി. പിന്നെ ഇപ്പോൾ ലോക സാമ്പത്തിക ക്രമം അത് ഉണ്ടാക്കിയിട്ടുള്ള വമ്പൻ ആഘാതങ്ങൾ ഇത് മുഴുവൻ ഏറ്റുവാങ്ങുന്ന ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിലും പ്രതിഫലിക്കും. അങ്ങനെ പ്രതിഫലിപ്പിച്ചപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിവാഹ ബന്ധത്തിനകത്ത് ചത്തുപോണ വരെ നിലനിന്നിരുന്ന ആ ഒരു സ്ഥിരത പൊളിക്കപ്പെട്ടു. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിവാഹം എന്ന് പറയുന്ന ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തേക്ക് പ്രവേശിക്കണ്ടേ എന്നുള്ളത് കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അമ്മയെ ബ്ലൗസ് ഇട്ടേന്ന് അനുവാദം ചോദിക്കാൻ പോകണോ, എനിക്കൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ഇയാളോട് ചോദിക്കണോ, അച്ഛനോട് ചോദിക്കണോ, അമ്മോട് ചോദിക്കണോ, ഒരു സിനിമയ്ക്ക് പോകണ ഇയാളുടെ അനുവാദം വേണോ, എനിക്ക് പിന്നെ ചലിക്കണമെങ്കിൽ ഒരു കാലെടുത്ത് വീടിൻ്റെ പുറത്തേക്ക് വെക്കണമെങ്കിൽ മറ്റ് പല ആളുകളുടെ അനുവാദം വേണം എന്ന് പറയുന്ന ഏറ്റവും എന്താ പറയുക, ജനാധിപത്യപരമല്ല, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തേക്ക് പ്രവേശിക്കണ്ടേ എന്ന ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 30 വയസ്സായാലും കല്യാണമേ വേണ്ട, വിവാഹം വേണ്ട, കുടുംബം വേണ്ട, കുട്ടികളും വേണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നത്. മനസ്സിലായി? പിന്നെ ലൈംഗികതയാണ്. വിവാഹമായിരുന്നു അതിനുള്ള സർട്ടിഫിക്കറ്റ്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ ലൈംഗികതയിൽ ഏർപ്പെടാൻ. അല്ലാത്തതൊക്കെ തെറ്റും പാപവും പിന്നെ പഴച്ച സംഗതികളാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹപൂർവ്വ ലൈംഗികത എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. കാരണം അത് അവരുടെ ആവശ്യമാണ്. ഞങ്ങൾ 30 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ തയ്യാറില്ല, പക്ഷേ 30 വയസ്സ് വരെ ഞങ്ങൾക്ക് ലൈംഗിക ജീവിതം വേണ്ടേ? ഇതെന്താ പോയി പറയണേ? ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബയോളജിക്കലായിട്ടുള്ള നീഡുകളില്ലേ, ഈ നീഡുകൾ ഞങ്ങൾ ഫുൾഫിൽ ചെയ്യും. അത് നിങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ കാര്യമാണ്. സ്വയം നിർണയാവകാശം, രതിയുടെ മേൽ, ശരീരത്തിൻ്റെ മേൽ ഞാൻ നേടിയെടുത്തുള്ള സ്വയം നിർണയാവകാശം ഞാൻ വിനിയോഗിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ലൈംഗിക ജീവിതത്തെ മാറ്റിയവർ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ഡെമോക്രാറ്റിക്കേ അല്ലാത്തൊരു വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് അവരുടെ ബയോളജിക്കൽ നീഡുകൾ നിർവഹിക്കുകയും അതേസമയം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഒരു പാകതയുടെ വർഷങ്ങൾ അവരാവശ്യപ്പെടുകയും ചെയ്യുന്നു. What is so weird about this? You're talking like an Instagram generation. It's not like I'm talking to an 80-year-old. കേരളത്തിൽ ഒരു 80 വയസ്സുള്ള ഒരു അമ്മച്ചീനെ വിളിച്ചിട്ട് ഞാനിത് ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന വിവാഹേതര ലൈംഗിക ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെ ഇവരിങ്ങനെ സംസാരിക്കില്ല. ബട്ട് you talk like how do you do this? Like you're so updated. How do you keep tab on these things? പേരക്കുട്ടികൾ ഇൻസ്റ്റാഗ്രാം മലയാളത്തിൽ കുറേ എഴുത്തുകാർ എനിക്കറിയാം. അവർ ഒന്നാമത് റൈറ്റിങ്ങിൽ ഈ പറയുന്ന അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് മക്കളെ വിളിച്ചിട്ട് ചോദിക്കും. എന്നോടൊരു എഴുത്തുകാരൻ പറഞ്ഞാണ്, മകനെ ബാംഗ്ലൂരിലെ ഹോസ്റ്റലിൽ വിളിച്ചിട്ട് ചോദിക്കും അവിടെ ഹോസ്റ്റലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ എടുത്തിട്ട് ഈ നോവലിലേക്ക് അടുത്ത നോവൽ ജൻസിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് കൊടുത്തത്. സോ പേരക്കുട്ടികൾ എടുത്തിട്ട് ഈ പറയുന്ന അവന്റെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിത് കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം അറിയോ, അറിയണല്ലോ നമ്മുടെ കുട്ടികളല്ലേ. അപ്പോൾ എൻ്റെ പേരക്കുട്ടി അവള് പുറത്ത് പഠിച്ച കുട്ടിയാണ്. അവള് പഠിച്ചത് VITയിലാണ്. ആദ്യം ജോലി ചെയ്തത് ബാംഗ്ലൂരാണ്, പിന്നെ പോയത് US-ലേക്കാണ്, ഇപ്പം ജീവിക്കുന്നത് അവിടെയാണ്. അവൾ ഇത്രയുള്ള ട്രൗസർ ഇടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രശ്നം തോന്നും. കാരണം തോന്നണല്ലോ, കാരണം വസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് പൊളിഞ്ഞു പോകണ്ടേ, നമുക്ക് പൊളിഞ്ഞു പോകണല്ലോ. നമ്മൾ കലഹിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച്
ശരീരത്തിൻ്റെ സ്വാസ്ഥ്യത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള വിചാരം ആദ്യം തൊട്ടേ എനിക്കുണ്ട്. അത് ഞാൻ എൻ്റെ ജീവിത രീതിയിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷെ മോഡസ്റ്റ് അല്ലാത്തൊരു വസ്ത്രം, ഞാൻ അധ്യാപികയാണ്. അപ്പം മോഡസ്റ്റ് അല്ലാത്തൊരു വസ്ത്രം, സാരി പോലും എന്നെ ആ രീതിയിൽ എനിക്കിഷ്ടമല്ലാത്ത വസ്ത്രമായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇത് ചേഞ്ച് ചെയ്ത് കോളേജിൽ മോഡസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ KRലൊക്കെ മോഡസ്റ്റായിട്ട് വസ്ത്രം ധരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ സാരി എത്ര മോഡസ്റ്റായിട്ട് ഉടുക്കാം എന്നുള്ളതായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ എന്താ പറയുക, നെക്സ്റ്റ് നമ്മളുടെ ചിന്ത ഈ സാരി കൊണ്ടാണ് നമ്മളെ ഉടുപ്പിക്കാണ്ട് നടത്തണമെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. സാരി കൊണ്ട് ഉടുക്കുകയും ചെയ്യും, ഉടുക്കാണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ദ്രോഹമായിട്ട് തോന്നി. ഈ 6 മുഴം വസ്ത്രം എങ്ങനെ ഉടുക്കാതെ ഉപയോഗിക്കാം എന്നുള്ള സങ്കല്പത്തിലേക്ക് വന്നപ്പോൾ അതൊരു മോശം വസ്ത്രമാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. നല്ലതായിട്ടും അത് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അതേസമയം ഇപ്പോൾ ഈ ഒരു പഞ്ചാബി വസ്ത്രം, പഞ്ചാബി ആണ് ഇതിൻ്റെ. അപ്പോൾ ഇത് വന്നപ്പോൾ നമുക്ക് തോന്നി ഒരു സ്ത്രീക്ക് കംഫർട്ടബിളായിട്ട് വളരെ സുഖകരമായിട്ട് എവിടെയും മൂവ് ചെയ്യാവുന്ന ഒരു ഫ്രീഡം തരുന്ന വസ്ത്രമായിട്ട് അതിനെ തോന്നി. കാരണം നമ്മുടെ കാലുകൾ ഒതുക്കി വെക്കേണ്ട, ഈ അമ്മമാരൊക്കെ പഠിപ്പിക്കും കാലൊതുക്കി വെക്കാൻ എത്ര പിച്ച കിട്ടിയിട്ടുള്ളതെന്നറിയോ. പിച്ചു അമ്മ ഇങ്ങനെ വന്നിട്ട് തുടങ്ങിൽ ഇങ്ങനെ തിരിക്കും. എന്നിട്ട് പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അവിടെയൊക്കെ നീല നിറത്തിൽ ഇങ്ങനെ കാണും. എന്തിനാണ് കാലൊതുക്കി വയ്ക്കാൻ? എത്ര വലിയൊരു ആരോഗ്യ പ്രശ്നമാണത് അല്ലേ? പെൺകുട്ടികളെ ഈ കാലൊതുക്കി വെച്ച് ശീലിച്ചത് വളരെ അവരുടെ പിന്നെ എന്താ പറയുക, നമുക്ക് അത് ന്യൂറോ മാത്രമല്ല ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണത്. അവിടുന്നാണ് ഈ പേരക്കുട്ടിയുടെ ഈ ട്രൗസറിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട് കിടക്കുന്ന അടിയുറച്ചു പോയൊരു ബോധമാണ് മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രം എന്നുള്ളത്. അപ്പോൾ പേരക്കുട്ടിയുടെ വസ്ത്രം കാണുമ്പോൾ നമ്മൾ പിന്നെയാണ് നമ്മൾ മനസ്സിൽ ലീസ്റ്റ് ബോധേഡാണ് അവളുടെ കാലിനെക്കുറിച്ച് അറിയുന്നേ ഇല്ലേ, ചിന്തിക്കുന്നേ ഇല്ലേ. ആ കുട്ടികൾ ശരീരത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട കാപട്യത്തിൻ്റെ ഒരു കവചം പൊടിച്ചു കളഞ്ഞു. അതാണ് അവർ ലീസ്റ്റ് ബോധേഡാണ്. അവർക്ക് ഏത് തരത്തിലുള്ള കുപ്പായുടെ എങ്ങനെ മൂവ് ചെയ്യണം, അത് ബോധപൂർവം അബോധപൂർവം രണ്ടുണ്ട്. മനസ്സിലായി? അത് ജീവിതചര്യയായിട്ട് അബോധപൂർവ്വം സ്വീകരിച്ച് ഈസി ആയിട്ട് നടക്കുന്നവരുണ്ട്. അതേസമയം അത് തന്നെ വ്യാപാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് എനിക്കുള്ളത് ആകെ എൻ്റെ ശരീര സമ്പത്താണ്, അപ്പോൾ ഞാനത് കാണിച്ച് കാശുണ്ടാക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇപ്പോൾ ഈ ദൃശ്യത കൂടുതലായ സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന അങ്ങനെയുള്ള ആളുകളെ. ഹൗ ഡു യു നോ അബൌട്ട് ഓൾ ഓഫ് ദിസ്? അതായത് തൃശ്ശൂരിൽ ഇവിടെ ഇരുന്നിട്ട് മുളകുന്നത്തുകാവ് ഇരുന്നിട്ട് you know about OnlyFans, you know about, you know, ഇത് ഈ ടാബ് ചെയ്യുന്ന പരിപാടി എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ ഇതാണ് കുട്ടികളുടെ, ഇപ്പോൾ ഈ ജെൻസി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കോക്രോച്ചസ് വന്നതോടുകൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നേടിയെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്, അവർ ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു, അവർ ഭരണഘടന ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരു പ്രധാനമന്ത്രിയെ പറയുന്ന ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെന്തോ അദ്ദേഹത്തിനെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഭരണഘടന പറയുന്നത് എന്താ? ആരും ജനങ്ങൾക്ക് മീതെയല്ല. അതാ ഭരണഘടന പറയുന്നത്. ആരും ജനങ്ങൾക്ക് മീതെയല്ല. ഏറ്റവും മുകളിലിരിക്കുന്ന പരമാധികാരികൾ ജനങ്ങളാണ്. ആ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു വിട്ടിട്ടുള്ള പ്രതിനിധികൾ മാത്രമാണ് നിങ്ങളുടെ ജോലി അവരെ സേവിക്കുക എന്നുള്ളതാണ്. ഈ മുകളിലിരിക്കുന്ന ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ദേ എന്നെ പിച്ചി എന്നെ മാന്തി എന്ന് പറയലല്ല. പിള്ളേർ മൈൻഡ് ചെയ്യുന്നില്ല. പിള്ളേർ മൈൻഡ് ചെയ്യില്ല. മോദി എന്നുള്ളതിൻ്റെ അവരുടെ എക്സ്പാൻഷനൊക്കെ എന്താ? അപ്പോൾ പിള്ളേർ ഭരണഘടനയെ ആഴത്തിൽ പഠിച്ചിരിക്കുന്നു. അംബേദ്കറും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ജനാധിപത്യ സമരം ഇമ്മാതിരി വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ പൊട്ടന്മാരെ പൊട്ടികളെ നിങ്ങൾ ഇതുവരെ കൊണ്ടുപോയ രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇത്. അതാണ്. അതിൽ ഈ പ്ലക്കാർഡിലൊക്കെ വളരെ മലരെ മൗനമാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് കൊതി തോന്നാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആ ചെറുപ്പത്തിൽ ആ പ്രായത്തിൽ ഇതുപോലെ പ്ലക്കാർഡ് പൊതിക്കാൻ പറ്റില്ല. ബാരിക്കേഡുകൾ കൊണ്ടുവന്ന് അവരെ തകർക്കുന്നു, അവരതെടുത്ത് തീവണ്ടിയാക്കി കളിക്കുന്നു. രസല്ലേ? അവരതിന് മുകളിൽ കയറിയുന്നു, അതിന് ഉരുളുകളുണ്ട്, ചക്രങ്ങളുണ്ട്, അവരത് ഉരുട്ടി കളിക്കുന്നു. അതിലെ നിങ്ങൾ തോക്ക് കൊണ്ടുവരുന്നു, അവർ ജനഗണമന പാടുന്നു. ഇതൊന്ന് കോൺട്രാസ്റ്റ് ചെയ്യും. 20കളിൽ ഇപ്പം നമ്മൾ മനുഷ്യരുടെ ഭാഗമായിട്ട് പ്രൊട്ടസ്റ്റിന് പോകുന്ന സമയത്തുള്ള അവസ്ഥ എന്താണെന്നുള്ളത്
ആ തീർച്ചയായിട്ടും മനുഷ്യരുടെ ഭാഗമായിട്ട് പോകുമ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് അതിന് വേണ്ടിയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നാടകം എഴുതുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പബ്ലിക്കിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നതും ചമ്പലോടുകൂടി വിഷമത്തോടുകൂടി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഈ സ്ത്രീകളുടെ കാര്യം സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അതുവരെ ഞാൻ വളരെ അച്ചടക്കമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പോകുന്ന വളരെ ഭംഗിയായിട്ട് പട്ടുസാരിയൊക്കെ കൊടുത്ത് പോകുന്ന ഒരു കോളേജ് അധ്യാപിക മാത്രമായിരുന്നു. മനസ്സിലായി. ഇത് മുഴുവനായിട്ട് പൊളിഞ്ഞു പോവുകയാണ്. ആ പൊളിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുണ്ടാക്കിയിട്ടുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത്, അതായത് എന്നെക്കുറിച്ചുള്ള തിരിച്ചറിവല്ല. ആദ്യം എന്നെ പൊളിക്കണം. എന്നെ പൊളിച്ചാലേ എനിക്ക് നിന്നെ പൊളിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മളിൽ തന്നെ വരുത്തുന്ന വെട്ടിത്തിരുത്തലുകൾ അത് സമൂഹത്തിന് ആവശ്യമായ വിധത്തിൽ മാറ്റി തീർക്കുക എന്നുള്ളതാണ് മാനുഷിക കാലത്ത് നടന്നത്. വളരെ എന്താ പറയുക, ഒരിക്കലും നമ്മളിപ്പോൾ ഈ പറയുന്ന കാഴ്ചപ്പാടൊന്നും മനുഷ്യരുടെ കാലത്തുള്ള ഒരു കാര്യമല്ല. 80കളിലില്ല. നിങ്ങൾക്കറിയാം 80കളിൽ ഒരു ഏതെങ്കിലും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രകടനം നോക്കിയാൽ പെൺകുട്ടികൾ അതിൻ്റെ വാലാണ്, ഏറ്റവും പിന്നിലാണ് അവർ. അപ്പോഴാണ് അവർ മുമ്പിലേക്ക് വന്നത്. ബാനർ പിടിക്കാൻ കൊണ്ടുവന്നത് ആദ്യം. ഇപ്പോൾ അവർ മുന്നിലേക്ക് വന്നു തോന്നുന്നു. പെൺകുട്ടികൾ പിന്നിലായിരുന്നു. അവർ മുദ്രാവാക്യം വിളിക്കില്ല. അവർ വിളിച്ചാൽ അവരുടെ കീ ശബ്ദം കളിയാക്കപ്പെട്ടിരുന്നു. മനസ്സിലായി. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മുഖ്യധാരയിലേക്കുള്ള വരവ് അത് ഇന്ന് നമുക്ക് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു റിസപ്ഷൻ ഉണ്ട്. ഇവർ ഈ പറയുന്ന ബാനറും പ്ലക്കാർഡും വെക്കുമ്പോൾ നാട്ടുകാർ കൈയടിക്കുന്നുണ്ട്. അന്ന് പക്ഷെ എന്തായിരുന്നു അവസ്ഥ? അന്ന് നമ്മളൊരു സമരത്തിന് പോകുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? നാട്ടുകാരും വീട്ടുകാരും നിങ്ങൾ ശരിയായിട്ടുള്ളൊരു കോഴ്സ് ഒരു കോസിന് വേണ്ടി നിലനിൽക്കുകയും ആ കോസ് അതിശക്തമായിട്ട് സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ, അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കപ്പെടും. മാനുഷിക കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഓങ്ങല്ലൂർ PMSൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഓങ്ങല്ലൂർ സമ്മേളനം നടന്ന സ്ഥലത്തെ ആ അമ്പലത്തിൻ്റെ മൈതാനത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ നാടകം അവതരിപ്പിക്കുകയാണ്. ഒരു സ്ത്രീ വിമോചന നാടകം, സ്ത്രീധനത്തിനെതിരായിട്ടുള്ളൊരു നാടകം. അന്ന് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളവിടെ ചെല്ലുന്നു. പെൺകുട്ടികളും സ്ത്രീകളായതുകൊണ്ട് ഭയങ്കര കളിയാക്കൽ, പരിഹാസക്കൂക്ക്, വിളി, ബഹളം, ആണുങ്ങളങ്ങ് തടിച്ചുകൂടി. അത് കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം ജനശ്രദ്ധ ആകർഷിക്കണ്ടേ. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കും. അതൊരു പെർഫോമൻസാണ് ആ സർക്കിൾ വരയ്ക്കൽ. പേടിച്ച് വരച്ചിട്ടാണ് വരയ്ക്കണേ. എന്നാലും ഒരു ഭയങ്കര പെർഫോമൻസ്, ഒരു വലിയ വട്ടം വരയ്ക്കും. ആ വട്ടത്തിന് ഇപ്പുറത്തേക്ക് നിങ്ങൾ കടക്കരുത് എന്നാണ് എൻ്റെ സൂചന. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു പാട്ട് പാടും. ആ പാട്ടോട് കൂടിയിട്ട് ആളുകളത് ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ നാടകം അവതരിപ്പിക്കും. ഇത് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലത്തെ പ്രശ്നമാണ്. നിങ്ങളുടെ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയിട്ട് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവമാണ് നാടകത്തിലുള്ളത്. അത് അവളെ മാത്രമല്ല ബാധിച്ചത്, അവളുടെ അച്ഛനെയും ആങ്ങളമാരെയും ബാധിച്ചിട്ടുണ്ട്, അവളുടെ അമ്മയെ ബാധിച്ചിട്ടുണ്ട്, അവളുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീധനമാണ്. നാടകം നല്ലതായിരുന്നു, അത് അവതരിപ്പിച്ചു കഴിഞ്ഞു. അതോടുകൂടി ഇത് കംപ്ലീറ്റ് നിശബ്ദവുമാണ് ഈ മനുഷ്യന്മാർ. എനിക്ക് വളരെ വൈകാരികമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ നാടകം ഓങ്ങല്ലൂർ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നീന്ന് ഒരാളെന്നെ തൊടുക, സാറോ പ്ലേ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ടീച്ചറല്ല, ആരുമല്ല, അവരുടെ സഹോദരിയായി മാറിയില്ല. സാറോ പോളെ എന്നുള്ള വിളി അതിപ്പോഴും എന്നെ ഉന്തി തള്ളി എത്ര വയ്യെങ്കിലും അതിന് പോകണം എന്ന് പറയുന്നൊരു പ്രേരണയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ നിതീഷ് നേരത്തെ ചോദിച്ചില്ലേ എങ്ങനെയാണ് ഈ ആക്ടിവിസവും റൈറ്റിങ്ങും കൂടിയിട്ട്. റൈറ്റിങ്ങിന് വേണ്ടതായ മനസ്സിൻ്റെ കുറേ അധികം സ്വസ്ഥതകളെ ആക്ടിവിസം നശിപ്പിക്കും. അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അതിനെ തിരിച്ചെടുക്കാൻ നല്ല സ്ട്രഗിൾ വേണം, നല്ല ശക്തി വേണം, നമുക്ക് ശാരീരിക ശക്തി അടക്കം വേണം. കാരണം ആക്ടിവിസം നമുക്ക് തരുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അവിടെ പോകുന്നു, കരയുന്നൊരമ്മ, വിശക്കുന്നൊരു കുഞ്ഞ്, എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരെ, നിസ്സഹായരായിട്ട് നിൽക്കുന്ന ആളുകൾ, കൊലപാതകങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്കല്ലേ കടന്നു വരുന്നത് അല്ലേ? ഇത് നമ്മൾ നേരിട്ടുള്ള അനുഭവങ്ങളാണ്. ഇത് ഫിക്ഷനല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു മോള് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ചൊല്ലി തലക്കടിച്ച് കരയുന്ന പാലക്കാട്ടെ ഒരു പാവപ്പെട്ട ഒരു അമ്മയെ കണ്ടാൽ നമുക്ക് ഉറക്കം വരുമോ രാത്രി? ഇല്ല. അപ്പോൾ പിന്നെ നമുക്കുള്ളത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫൈറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് മനസ്സിൻ്റെ സങ്കടങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് അപഹരിക്കുന്ന ഇടം എന്ന് പറയുന്നത് സർഗസൃഷ്ടിക്ക് ആവശ്യം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഏകാന്തതയുടെയും ഒക്കെ സ്വസ്ഥ സ്ഥലമാണ്. പക്ഷേ ഏകാന്തതയിലും സ്വസ്ഥതയിലും
അല്ലാതെയും നമുക്ക് എഴുതാൻ സാധിക്കും. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ആക്ടിവിസം, അപ്പോൾ ഞാൻ വലിയൊരു ആക്ടിവിസ്റ്റ് ഒന്നല്ല കേട്ടോ, അപ്പോൾ മഹാശ്വേത ദേവിയൊക്കെ വെച്ച് നോക്കുമ്പോഴുള്ള പോലെയൊന്നുമല്ല, ഞാനിതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ആക്ടിവിസവും എഴുത്തും എനിക്ക് കോംപ്ലിമെൻ്ററിയാണ്. കാരണം ഈ ജീവിതത്തിൻ്റെ ഭാരം എനിക്ക് എൻ്റെ എഴുത്തിലേക്ക് കൊണ്ടുവരാം, എഴുത്തിൻ്റെ ഭാരം ഇതിന് കൊടുക്കുകയും ചെയ്യാം. അതിൽ യു ആക്റ്റീവ്ലി സീക്ക് ഔട്ട് ഫോർ സർട്ടൻ തിങ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ കറ എഴുതുന്ന സമയത്ത് ജോർഡാനിൽ പോവുക, അതിന് മുന്നേ ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ഒരു ആദിവാസി സ്ത്രീ, ജവഹർലാൽ നെഹ്റു ഈ ബുധിനിക്ക് വേണ്ടിയിട്ട് അത് ആ പെൺകുട്ടി ജവഹർലാൽ നെഹ്റുവിൻ്റെ മാല അണിയിച്ച ട്രൈബൽ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ ഹിസ്റ്ററി അന്വേഷിച്ച് പോവുക. ഇത് സൗണ്ട്സ് ലൈക്ക് എ ജേർണലിസ്റ്റിക് എന്റർപ്രൈസ് അല്ലേ, ഒരു വളരെ ജേർണലിസ്റ്റിക് ആയ ഒരു സാധനം. ഇത് ടീച്ചർ ചെയ്യുന്നതിൻ്റെ പുറകിൽ ഇത് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. ഇത് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് വിട്ട് നമ്മൾ ആക്റ്റീവ്ലി വി സീക്ക് ഔട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നമ്മൾ അതിൻ്റെ പിറകെ പോകുന്നു. റിസർച്ച് എന്ന് പറയാമെങ്കിലും നമ്മളെ സ്വസ്ഥതയും സമാധാനവുമാണ് അവിടെയും തകരുന്നതും. ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, എഴുതിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു ജീവിതമാണ്. എഴുത്തിൻ്റെ ജീവിതമാണ്. ഇപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം എനിക്ക് എഴുതാൻ പറ്റാതെ വരുമോ, വായിക്കാൻ പറ്റാതെ വരുമോ, അതൊക്കെയാണ് എൻ്റെ പേടി. ഇപ്പോൾ എഴുതാൻ പറ്റാതെ വന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കും, വായിക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കും. ഒരു കുറച്ചെങ്കിലും വായിക്കാത്ത അല്ലെങ്കിൽ ഏതാനും വരികൾ എഴുതാത്ത ദിവസങ്ങൾ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ ജീവിതമാണ്, എഴുത്തിൻ്റെ ജീവിതമാണ്. അതേസമയം പിന്നെ ആ എഴുത്ത് ഏതു വിധത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, വായനക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും എനിക്ക് പ്രധാനമാണ്. നിങ്ങളെ വിനോദിപ്പിക്കാം എന്നുള്ളൊരു കരാറൊന്നും ഞാൻ എടുത്തിട്ടില്ല, മനസ്സിലായില്ലേ. എൻ്റെ കയ്യിൽ ഭാഷയുണ്ട്, എനിക്ക് എന്താ പറയുക, സർഗാത്മകമായ കഴിവുണ്ട്. പക്ഷെ അത് ഞാൻ നിങ്ങളെ വിനോദിപ്പിക്കാൻ മാത്രമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ജീവിതം അറിയണം, നമ്മൾ ജീവിക്കുന്ന ജീവിതം അറിയണം. അതെത്ര ശതമാനം എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നാം ജീവിക്കുന്ന ജീവിതം ഇതാണ്, അതിൻ്റെ സൗന്ദര്യതലം ഇതാണ്, അതിൻ്റെ നീതി ഇങ്ങനെയാണ്, അതിൻ്റെ അനാചാരങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതാണ് എന്നുള്ളതൊരു സമൂഹത്തിന് കൊടുക്കാൻ എത്ര ശക്തമായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത്. ഒതപ്പ് പോലെയുള്ള ഒരു കന്യാസ്ത്രീയുടെ കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് എഴുതുക എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് പള്ളിക്കാരുടെയൊക്കെ ഒരു ഭീകര ആക്രമണമൊക്കെ എനിക്കതിന് വേണ്ടിയിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. ആ എഴുതുന്നത് എത്രമാത്രം നിങ്ങളെ ആഴത്തിൽ അനുഭവിപ്പിക്കുന്നു, അത് പ്രധാനമാണ്. പിന്നെ അതിൻ്റെ സത്യസന്ധത. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് പെൺകുട്ടി മാലയിട്ടു, ശരി, അത് തുടർന്ന് അവൾക്ക് ആ ട്രൈബിൻ്റെ പ്രശ്നം ഉണ്ടായി. അത് ഒരു ചെറുകഥ എഴുതാനാണ് ഞാൻ പോയത്. പിന്നെയാണ് എനിക്ക് തോന്നിയത് ജവഹർലാൽ നെഹ്റു ഒരു ട്രൈബ്, പിന്നെ ഈ രാഷ്ട്രനിർമ്മാണം, ഒരു 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 നദിയിലൊരു അണക്കെട്ട്, ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അത് ഇന്ത്യ തന്നെയാണ്. എനിക്കത് ഇന്ത്യയുടെ ഒരു മേപ്പ് പോലെയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പെൺകുട്ടി ആ ട്രൈബ് ഉപേക്ഷിച്ചു, അതായത് അവരുടെ വിഭാഗത്തിലല്ലാത്ത, സാന്താളല്ലാത്ത ഒരു അന്യ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളെ കല്യാണം കഴിച്ചാൽ, അതും സമൂഹത്തിൻ്റെ സമ്മതിയില്ലാതെ കഴിച്ചാൽ അവർ പുറത്താക്കും. ഇടയ്ക്ക് നേരത്തെ പറഞ്ഞില്ലേ പള്ളിയുടെ ഒരു ഭയങ്കര ആക്രമണം ഉണ്ടായിരുന്നു, ഒന്ന് വിവരിക്കാമോ? എങ്ങനെയാണ്? ഇല്ല, പള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. കാരണം ആദ്യം തൊട്ടേ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക, പള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് ക്രിസ്തു അല്ല. പള്ളി എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഒരു സംഗതിയുമല്ല. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പണസ്ഥാപനം, പണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം. അമ്പലമൊക്കെ പോലെ തന്നെ പള്ളി പിന്നെ കുറേ പണങ്ങൾ വാരിക്കൂട്ടി അതൊരു ഡെഡ് മണി ആയിട്ട് വെക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ കുറേ ഭൂമി വാങ്ങിക്കൂട്ടി മനുഷ്യന്മാർക്ക് ഇടമില്ലാതാക്കുന്ന ഒരു സ്ഥലം. അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടത്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സംഗതികളാണ് അവർ ചെയ്യുന്നത്. അല്ലാണ്ട് ആത്മാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന്. എങ്ങനെയാണ് അവർ തിരിച്ച് ആ നോവലിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു പള്ളിയുടെ ഭാഗത്തുനിന്ന്? പള്ളി തീർച്ചയായിട്ടും ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു. അവരുടെ ഒരു കത്തോലിക്ക മാസികയിലൊക്കെ ഇതിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിപ്പുള്ളവരായിരുന്നു. ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീ. അതിൽ അച്ഛൻ പിന്നെ അറ്റാക്ക് വന്ന് മരിച്ചുപോയി.
കന്യാസ്ത്രീ മക്കളും ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർ പള്ളി ഉപേക്ഷിച്ച് പുറത്ത് വന്നിട്ട് കല്യാണം കഴിച്ചതാണ്. അവരെൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരെ വെച്ചുകൊണ്ടാണ് ഞാൻ ആ നോവൽ എഴുതുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനെ ദഹിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ വലിയ അറ്റാക്ക്. അതേസമയം വളരെ വലിയൊരു വിഭാഗം മനുഷ്യരെ ആ നോവലെ പള്ളിക്കകത്തെ ആസ്പിരൻസ് ഉണ്ടല്ലോ, അപ്പോൾ അച്ഛന്മാരാവാൻ പഠിക്കുന്ന സെമിനാരിയിലെ കുട്ടികൾ, അവരൊക്കെ എനിക്ക് നിരന്തരം കത്തെഴുതുമായിരുന്നു. കന്യാസ്ത്രീമാർ കത്തെഴുതുമായിരുന്നു. അതുപോലെ തന്നെ ചില അച്ഛന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചില വിവരങ്ങൾ, സംഗതികൾ. അങ്ങനെയുണ്ട്, അപ്പുറത്ത് ഇങ്ങനെയും സംഭവിക്കുന്നു. അപ്പോൾ ഉതപ്പെഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ഒരു കഥയല്ല എഴുതാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ മുഴുവൻ എഴുതണം. അപ്പോൾ അതിന് നല്ലപോലെ പഠിക്കണം. മനസ്സിലായില്ലേ? അത് ഈ യാത്രകളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന യാത്രകളാണോ? ഇല്ല, ഒറ്റയ്ക്ക് പറ്റാൻ പറ്റില്ല. അപ്പോൾ ബുധനിയുടെ യാത്രയിൽ ജാർഖണ്ഡിലേക്ക് മോളുണ്ടായിരുന്നു, ഇവിടേക്കും മോളുണ്ടായിരുന്നു. ജോർദാനിലും യാത്ര എങ്ങനെയാണ്? അത്രയധികം ഒന്നും നമുക്ക് സാധ്യമല്ലല്ലോ. കൂടി ഒരു 10 ദിവസമൊക്കെ എടുക്കുള്ളൂ. പക്ഷെ ആ 10 ദിവസത്തിനുള്ളിൽ ആർജിക്കാവുന്നതൊക്കെ ആർജിച്ച് ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നതേ. ജോർഡാനിലേക്കൊക്കെ? ജോർഡാനിൽ വന്നു. ജോർഡാനിലൊരു ഗൈഡ് ഉണ്ടായിരുന്നു. ജോർഡാനിൽ എനിക്ക് കറ എന്ന് പറഞ്ഞ നോവലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഡെഡ് സീ ആണ്. പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഡെഡ് സീ അതിൽ. അപ്പോൾ ഡെഡ് സീ കാണണം. അപ്പോൾ നമ്മളെ കൊണ്ടുപോയ ഗൈഡിനോട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ദുർഘടം പറഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ പോയില്ല. ജോർഡാനിൽ നിന്ന് ഡെഡ് സീയിലേക്ക് മെയിൻ ഹൈവേ ഉണ്ട്, അത് കൂടെ പോയില്ല. വിൽഡർനെസ്സിൽ കൂടിയാണ് പോയത്. ഡെസേർട്ടല്ല, വിൽഡർനെസ്. നിങ്ങൾ അത് തുടങ്ങുമ്പോൾ തൊട്ട് ഭൂമിയിലെ ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലമാണ് ഡെഡ് സീ എന്ന് പറഞ്ഞാൽ, ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം. അപ്പോൾ ഈ ഏറ്റവും താഴ്ന്ന സ്ഥലത്തേക്കുള്ള വരവാണ് ഈ വിൽഡർനെസ്സിൽ കൂടെ. ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. പേടിച്ച് വിറച്ചു പോകും. കാരണം ഈ വണ്ടിക്ക് എന്തെങ്കിലും അപകടം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള വിഡിത്തം കലർന്ന ആലോചനയൊക്കെ എനിക്കുണ്ടായത്. ഒരു മനുഷ്യനോ ഒരു മൃഗമോ ഒരു പുല്ലോ ഒരു മരമോ ഒന്നും ഇല്ല. കറുത്തതും ചുവന്നതുമായിട്ടുള്ള, ചുവപ്പെന്ന് പറയാവുന്ന തരത്തിലുള്ള ഈ ചെറു മലകളുടെയും അലകളായിട്ട് കിടക്കുന്ന മരുഭൂമിയുടെയും ദൃശ്യം മാത്രം. അതിൽ പരപ്പ് വളരെ കുറവാണ്. ഇത് കൂടെ ഇങ്ങനെ പൊളഞ്ഞ് ഭൂമിയുടെ ഏറ്റവും താഴത്തേക്ക് നമ്മൾ എത്തിയിട്ടാണ് ഹൈവേയിലേക്ക് കയറുന്നത്. ഹൈവേയിൽ കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ ഡെഡ് സീ കാണാൻ തുടങ്ങും. അതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അത്രയും നീല നിറമുള്ള ഒരു ആകാശം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആകാശത്തിൻ്റെ നീല എന്താണെന്ന് വെച്ചാൽ അതാണ്. ഒരു മേഘത്തിൻ്റെ തരിയില്ല, അപാരമായ നീല. പിന്നെ എനിക്ക് കാണേണ്ടിയിരുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ലോത്തിൻ്റെ ഭാര്യ അവർക്ക് പേരില്ല, തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോയ സ്ത്രീ, അവരവിടെ ഉണ്ട് പ്രതിമയായിട്ട്. അവരെയാണ് കാണേണ്ടിയിരുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും ഈ ആകാശത്തിൻ്റെ അപാര നീലയും പച്ചയും നീലയും കലർന്നുള്ള ഡെഡ് സീ ഇപ്പുറത്തും, അതിൻ്റെ നടുവിൽ കൂടിയാണ് ഈ നാഷണൽ ഹൈവേ പോകുന്നത്. ഒരു മനുഷ്യൻ ലെവലപ്പോഴും ഒരു കാർ ഇങ്ങനെ പോകുന്നു മാത്രം. ഈ ഒരു വിജനതയിൽ കൂടെയുള്ള ഈ ഒരു യാത്ര, അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ നിൽക്കുന്നതിൻ്റെ ചോട്ടിൽ വന്നിട്ട് നമ്മൾ നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നിട്ടുള്ള ഒരു ശാന്തതയോ ആഴമോ പ്രകൃതി തന്നിട്ടുള്ള ഒരു സംഗതിയാണത്. പ്രകൃതിക്ക് നമ്മളോട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ അവിടെ മനസ്സിലാക്കിയത്. ഒരു ശബ്ദത്തിൻ്റെ ഒരു തരിയില്ല, കാറ്റിൻ്റെ ചെറിയ ശബ്ദം ഒഴികെ. പിന്നെയുള്ളത് ഈ ഡെഡ് സീയുടെ കരക്കടിഞ്ഞിട്ടുള്ള ഉപ്പിൻ്റെ ഫോർമേഷൻസാണ്, പല പല മാതൃകകൾ. ഉപ്പ് അതൊരു വല്ലാത്തൊരു അനുഭവം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ പോയി കാണേണ്ടതാണ് ഡെഡ് സീ പരിസരങ്ങളും. അതുപോലെ തന്നെ പെട്രയും അതുപോലെ തന്നെ. പ്രകൃതി എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പെട്രയിൽ കൂടെ പോകണം. പെട്രയിൽ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ കല്ലിൻ്റെ ഇടുക്കുകളാണ്. ആ ഇടുക്ക് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ആകാശം ചോട്ടിൽ നിന്നിട്ട് നമ്മൾ നോക്കുന്നത് മഹാത്ഭുതം ആണ്. 8 അത്ഭുതങ്ങളിലൊന്നാണല്ലോ പെട്ര. അത് ജോർദാനിൽ ഞാൻ പോയത് എൻ്റെ നോവലിൻ്റെ സ്ഥലങ്ങളൊന്ന്, ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങൾ എങ്ങനെ ഇപ്പം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജോർദാൻ നദിയിൽ ഞാൻ ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് അപ്പുറത്ത് ഇസ്രായേൽ, ഇപ്പുറത്ത് ജോർദാൻ.
ഇത് അപ്പുറത്ത് അവരുടെ ടൂറിസ്റ്റുകളുണ്ട്, ഇപ്പുറത്ത് ഇവരുടെ ടൂറിസ്റ്റുകളുണ്ട്. രണ്ടും കൂടി കലരാതിരിക്കാൻ നടുക്ക് കൂടെ ഒരു പാർട്ടീഷൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവരവിടെ തീർത്ഥാടനം നടത്തുന്നു. ഇവിടെ പട്ടാളമുണ്ട്, പോലീസുണ്ട്, തോക്കുണ്ട്. ഒരു വിശുദ്ധ നദിയുടെ അപ്പുറത്തിപ്പുറത്തുള്ള ഒരു കാഴ്ച അതായിരുന്നു ജോർഡാൻ നദി. അത് വലിയൊരു നദിയൊന്നും അല്ലപ്പം, നമ്മുടെ ഉള്ള ഒരു വലിയൊരു തോട് അതുപോലെ ഉള്ളൂ. പക്ഷെ അതിന് ആ ഒരു പരിവേഷം ഉണ്ടല്ലോ. അപ്പോൾ അത് പോയി ആ ഒരു അനുഭവം എനിക്ക് എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് ഗുഹകളുണ്ട്, കണ്ടമാനം ഉപ്പ് ഗുഹകളുണ്ട്. നോവൽ അവസാനിക്കുമ്പോൾ ലോത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ഭാര്യയുടെ കാലിൻ്റെ ചുവട്ടിലുള്ളൊരു ഗുഹയിൽ കിടക്കുകയാണ്. അത് കിടന്നിട്ട് അയാൾ സംസാരിക്കുന്ന എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യയുടെ കാലിൻ്റെ കീഴിലുള്ളൊരു ഗുഹയിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗുഹകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ യാത്ര സഹായകരായി. അപ്പോൾ ആ ഒരു ഏരിയ എനിക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റി. ആ ഏരിയ മാത്രമല്ല, ലോകത്ത് സഞ്ചരിച്ച വഴികളും. നമ്മൾ ഈ പഠിച്ചിട്ട് പോകുന്നു, അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളും തമ്മിലൊരു മാച്ചിങ് ഉണ്ട്. കേരളത്തെ പറ്റി പഠിച്ചിട്ട് വരുന്ന ഒരാളും കേരളത്തിലെ രസം എന്താണെന്നറിയോ, ഞാൻ ഇവിടുന്ന് വളരെ എൻ്റെ ഒരുപാട് വലിയ ഗവേഷണങ്ങൾ സ്റ്റഡിയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ടാണ്, നോട്ടുകളും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ജാർഖണ്ഡിൽ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ബോങ്കകൾ എന്ന് പറഞ്ഞിട്ട് പ്രേതങ്ങളുടെ ഒരു ലോകമുണ്ട് അവർക്ക്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ ബോങ്കകളിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, എവിടെയാണ് ഒരു ബോങ്ക ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എവിടെയുണ്ടാവും. അപ്പോൾ ഞാൻ മാഡം ചവിട്ടി നിൽക്കുന്ന ഈ പാറക്കല്ലും ഒരു ബോങ്കയുണ്ട്, ആ മരത്തിൻ്റെ മുകളിൽ ഒരു ബോങ്കയുണ്ട്, ഈ വീടിൻ്റെ മേൽപ്പൂരയിൽ ഒരു ബോങ്ക ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, അവരുടെ ആരാധന സ്ഥലങ്ങളെ പറ്റി. ജോഹാർ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു ഞങ്ങളെക്കാളും കൂടുതൽ അറിയാലോ എന്നാണ് പറയുന്നത്. അല്ല നമ്മളൊരു അതാണ് അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ബുധിനി എഴുതുമ്പോൾ എനിക്ക് ഈ രാഷ്ട്രം എന്ന് പറയുന്ന ബോധത്തോടൊപ്പം തന്നെ ട്രൈബ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ട്രൈബിനെ പറ്റിയിട്ട് വളരെയധികം കുറേയധികം എനിക്ക് ആർജിക്കാവുന്നത് അത്രയും അതിനെന്നെ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് തന്നെ നമ്മുടെ സുനിൽ ഞാളിയത്ത് നിന്നാണ് തുടങ്ങിയത് അത്. അപ്പോൾ സുനിൽ ഞാളിയത്ത്, പിന്നെ അവിടെ തന്നെ ഈ പാഞ്ചേത്ത് ഡാമിൽ വർക്ക് ചെയ്തിരുന്ന കുറേ ആൾക്കാർ, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ അറിയാനൊക്കെ. പിന്നെ ഈ ഹിസ്റ്ററി മുഴുവനും അവൈലബിളായിട്ടുള്ള പിന്നെ ലേഖനങ്ങൾ, അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള സംഗതികൾ, വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ളതിനൊക്കെ പുതിയ പുതിയ സംഗതികൾ കുറേ ആർജിച്ചു. ഇതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പം സാറ ടീച്ചർ എഴുതുന്ന സമയത്തും സാറ ടീച്ചർ എഴുതുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ജനറേഷന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ആ സെലക്ഷൻ ഓഫ് ടോപ്പിക്സും അതിനകത്ത് കൊണ്ടുവരും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യു ഹാവ് വൺ ഫുട്ട് ഇൻ ഹിസ്റ്ററി. ചരിത്രം ഇന്നലെ തുടങ്ങിയതല്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പം പള്ളിയുമായിട്ട് എത്ര വിഘടിച്ച് നിൽക്കുന്നൊരു ബന്ധമാണ്. പള്ളി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ യുവർ ലൈഫ്. മാത്രമല്ല ശൂർപ്പണഖയെ ലീഡാക്കി വെച്ചൊരു കഥ, പല ടൈപ്പ് രാമായണങ്ങളെ പറ്റിയിട്ടും രാമായണത്തിലെ സ്ത്രീകളെ പറ്റിയിട്ടും ഒരു പുസ്തകം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാസ്റ്റും ഈ കളക്റ്റീവായിട്ടുള്ളൊരു പാസ്റ്റ്, നമ്മളുടെ നേഷൻ്റെ കളക്റ്റീവായിട്ടുള്ളൊരു പാസ്റ്റുമായിട്ട് യു ആർ വെരി ലിങ്ക്ഡ്. ഹവർ മച്ച് യു കൈൻഡ് ഓഫ് ട്രൈ ടു ഇതിനകത്ത് കുതറിപ്പോവാൻ ശ്രമിച്ചാലും ഈ പുരാണങ്ങളിലും ഈ പള്ളിയും ഈ പട്ടക്കാരും ഒക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതൊന്ന് പറയോ? അതെങ്ങനെ ഈ രാമായണത്തിനെ പറ്റിയിട്ടൊക്കെ എഴുതിട്ട് വല്ല കാര്യമുണ്ടോ ആൾക്കാർ ചോദിക്കാമല്ലോ. നമ്മളൊരു സമൂഹ ജീവി എന്നുള്ള രീതിയിലേ നമുക്ക് നമ്മുടെ പാസ്റ്റ്, അതായത് നമ്മുടെ ഓർമ്മകൾ ഇല്ലാതെ നമ്മളില്ല. ഓർമ്മകളില്ലാതെ നമ്മളില്ല. അത് നരേന്ദ്രപ്രസാദിൻ്റെ ഒരു വാചകം ആണ്. ഞാൻ ഈ അടുത്ത് അത് വീണ്ടും വായിക്കാനിടയായി. നരേന്ദ്രപ്രസാദ് പറയുന്നുണ്ട്, ഭൂതകാലത്തിൽ കാലുറപ്പിച്ച് നിന്നിട്ട് ഭാവിയിലേക്ക് ഉറ്റുനോക്കി വർത്തമാനത്തിൻ്റെ കുത്തിന് പിടിക്കുക, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതാണ് ശരി. കാരണം നമ്മൾ ചരിത്രത്തിൽ എന്തിനാണ് കാലൂന്നി നിൽക്കുന്നത്? നമ്മുടെ ഭാവി നിർണ്ണയിക്കാനാണ്, അല്ലേ? എന്തായിരിക്കും നമ്മുടെ ഈ നമുക്ക് പിന്നിലുള്ള അനേകായിരം തലമുറകളുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ആകത്തുക, അതിൻ്റെ ഈടുവെപ്പ് എന്ന് പറയുന്നതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പറയുന്നത്. പാരമ്പര്യവാദമല്ല, മനസ്സിലായില്ലേ? ആ ഈടുവെപ്പിൻ്റെ മുകളിൽ അതിൻ്റെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ആ ഈടുവെപ്പിൻ്റെ അതിൽ കാലുറപ്പിച്ച് നിന്നിട്ടാണ് നമ്മൾ ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നത്. അതേസമയം നമ്മൾ വർത്തമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുന്നത്. വർത്തമാന സംഭവങ്ങളെ ആഖ്യാനം ചെയ്യാൻ, അല്ലെങ്കിൽ വർത്തമാന കാലങ്ങളെ വർത്തമാന ജീവിതത്തെ വിലയിരുത്താൻ നമുക്ക് ചരിത്രത്തിൻ്റെ പിൻബലം വേണം.
അത് ഭാവിക്ക് വേണ്ടിയാണെന്നുള്ളൊരു ധാരണയും വേണം. അതിലും ഈ റിസർച്ച് ഉണ്ട്. ഇപ്പോൾ രാമായണത്തിനെ പറ്റിയിട്ടൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടെ പല രാമായണങ്ങൾ വരുത്തിക്കുക, അത് വാങ്ങിക്കുക, അതിന് കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാമായണത്തിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇത് മാത്രമൊന്നും പറയാം, കാരണം ഈ രാമായണം ഇന്ന് വളരെ പൊളിറ്റിക്കലായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ശൂർപ്പണഖയെ ലീഡാക്കി വെച്ചൊരു നോവൽ. അതിൽ തന്നെ ഒരു പരിധിവരെ അതിലും രാമനാണ് ഹീറോ. പക്ഷെ എന്നാലും ശൂർപ്പണഖയ്ക്ക് ഒരു വോയിസ് ഉണ്ട്. ശൂർപ്പണഖയുടെ വേറൊരു വേർഷൻ അതിനകത്ത് കാണുന്നുണ്ട്. ഹൗ ഡിഡ് യു കം ടു ദിസ് തിങ്? അത് നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്. ഈ ഇതിഹാസ പുരാണങ്ങൾക്കൊക്കെ ഒരു സംഭവമുണ്ട്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ്, നിശ്ചലമല്ല. അത് ഒഴുകുന്നത് ഓരോ കാലദേശങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. അതാണ് ഈ പുനരാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്. രാമായണം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ലവ് സ്റ്റോറിയാണ്, ത്രികോണ പ്രണയ കഥ എന്ന് പറയാം. ഒരു ഭാര്യയും ഭർത്താവും ഒരു മറ്റേ ആളും ജാരനും, അങ്ങനെ വരുന്ന ഒരു ത്രികോണ പ്രണയ കഥയ്ക്ക് കൊടുക്കാവുന്നത്ര പരിവേഷം കൊടുത്തുകൊണ്ട് അനേക രാജ്യങ്ങളിൽ, ഏഷ്യ വൻകരയിലാകെ പല പല രാമായണങ്ങളുണ്ടാകുന്നു. കാരണം മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ളൊരു സംഭവമാണ് ആണും പെണ്ണും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വില്ലനും എന്ന് പറയുന്നത്. ഒരു ആത്യന്തിക സ്റ്റോറിയുടെ ഒരു സംഭവമാണത്. ഈ കഥ മെനയുമ്പോൾ അതിലൊരു രാജാവ് വരുന്നു, ആ രാജാവിൻ്റെ ഒരു പ്രാഭവം വരുന്നു, ആണിൻ്റെ ശക്തി വരുന്നു, പെണ്ണിൻ്റെ നിസ്സഹായതാവസ്ഥ വരുന്നു, വില്ലൻ്റെ പിന്നെ വീരം വരുന്നു. ഇതൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഘടകം അത് മനുഷ്യർക്ക് എല്ലാ കാലത്തുള്ളതാണ്. വലിയ കഥകളൊന്നും പറയാനില്ല നമുക്ക്. അതിന് പറഞ്ഞ ഈ സംഗതികൾ തന്നെ സാഹിത്യത്തിൽ ആവർത്തിക്കാനുള്ളൂ. കഥ എന്നുള്ള നിലയിൽ എങ്ങനെ പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ ഓരോ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഈ കഥാപാത്രങ്ങളെ ആഖ്യാനം ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഫെമിനിസത്തിൻ്റെ കാലഘട്ടമാണ്. ഇവിടെ സ്ത്രീകളുടെ കാഴ്ചപ്പാട് കൂടെ രാമായണം വായിക്കുമ്പോൾ എന്തുണ്ടാവും? അതാണ് മനസ്സിലായി. ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാട് കൂടെ നോക്കുമ്പോൾ പണ്ടത്തെ തലമുറ വിചാരിച്ചതുപോലെ സ്ത്രീ ഭർത്താവിൻ്റെ ഇതിനനുസരിച്ചിട്ട് 14 വർഷം കാട്ടിൽ താഴെപ്പെട്ട അളവിലും ഭർത്താവിനെ കുറ്റം പറഞ്ഞില്ല, ദോഷമൊന്നും പറഞ്ഞില്ല, രാമരാമാന്ന് ജപിച്ച് ജീവിച്ചു എന്നൊക്കെ പറയുന്നത് മാറിയിട്ട് കുമാരനാശാൻ, കാളിദാസൻ പോലും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കുമാരനാശാൻ്റെ സീത ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതാണല്ലോ പ്രധാനം, ഇതൊക്കെ വിട്ടിട്ട് അങ്ങോട്ട് വരൂ, അവിടെ വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്തർധാനം നടക്കുന്നത്. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ആ ചോദ്യങ്ങൾ ശക്തി പ്രാപിച്ച് ഫെമിനിസ്റ്റ് കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിമോചിതയായൊരു സ്ത്രീ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഓരോ ജ്ഞാനമേഖല ഉയർന്നു വരികയും അതിൻ്റെ അറിവ് സമൂഹത്തിനുണ്ടാവുകയും ചെയ്യുമ്പോൾ അതത് ജ്ഞാന സിദ്ധാന്തങ്ങൾക്കനുസരിച്ചിട്ട് ഈ ഇതിഹാസ പുരാണാദികൾ വായിക്കും. ദളിതിൻ്റെ പക്ഷത്ത് ഞാൻ തന്നെ ഊരുകാവൽ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഊരുകാവലിൽ മൃഗമാണ് പ്രധാന ക്യാരക്ടർ. അവർ മൃഗമാണോ എന്ന ചോദ്യം. കിഷ്കിന്ധയിലുണ്ടായിരുന്ന വാനരന്മാരാണോ എന്നൊരു ചോദ്യം. അവർ വാനരന്മാരല്ല, അവരൊരു ട്രൈബാണ്. അവരുടെ എന്താ പറയുക, ഗോത്ര ചിഹ്നം മാത്രമാണ് വാനരം. അവരൊരു ട്രൈബാണ്. ആ ട്രൈബിൻ്റെ മുകളിൽ എങ്ങനെ രാമൻ്റെ ഗോത്രത്തിൻ്റെ അറ്റാക്ക് ഉണ്ടായി. ഗോത്രകലഹങ്ങളുടെ കഥകളാണ് രാമായണ കഥകൾ എന്ന് പറഞ്ഞാൽ. എല്ലാ പ്രബല ഗോത്രങ്ങളും അല്ലാത്ത ഗോത്രങ്ങളും തമ്മിലുള്ള കലഹങ്ങളാണ്. ഈ കലഹത്തിൽ ഏറ്റവും പ്രബലമായത് ആയുധവും പണവും അറിവും കയ്യിലുണ്ടായിരുന്ന ഈ രാമൻ്റെ ഗോത്രമാണ്, ബ്രാഹ്മണന്മാരാണ്. അവർ മറ്റ് ഗോത്രങ്ങളുടെ മേൽ നടത്തിയിട്ടുള്ള അധിനിവേശങ്ങളുടെ കഥയാണ് രാമായണം എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ശക്തിയായ പെണ്ണാണ് ശൂർപ്പണഖ, സ്വതന്ത്രയായ പെണ്ണ്. അവൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ അവളുടെ ശക്തനായ ജ്യേഷ്ഠൻ അനുമതി കൊടുത്തിട്ടുണ്ട്. നീ പറഞ്ഞാൽ മതി, ഞാൻ പിടിച്ചുകൊടുന്ന് തരാമെന്നാണ്. അപ്പം അത്രയും സ്വാതന്ത്ര്യം അനുഭവിച്ച് കാട്ടിൽ വിലസി നടന്നിരുന്ന ഒരു പെൺകുട്ടിയുടെയാണ് മൂക്കും ഒക്കെ അരിഞ്ഞു കളയുന്നത് രാമൻ. അവിടെ നിന്നാണ് വമ്പൻ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ആ ശൂർപ്പണഖ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അവൾ പറയുന്ന രാമായണം എങ്ങനെയായിരിക്കും? അപ്പോൾ അതിനുവേണ്ടി ഒരു ഭാഷ വേണം. രാമൻ്റെ ഭാഷ അവൾ സംസാരിച്ചുകൂടാ. അതുകൊണ്ട് തായ്കുലം എഴുതിയത് വേറെ മലയാളത്തിലാണ്. അത് വായിച്ചു നോക്കിയാൽ അറിയാം. അതേപോലെ തന്നെ ശംഭൂകൻ, ഈ ജീവനോടെ ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി തപസ് ചെയ്ത ശൂദ്രൻ, അതിന് കൊടുത്ത ശിക്ഷ അയാളെ തലവെട്ടിക്കളയിലായിരുന്നു. അപ്പോൾ ശംഭൂകൻ്റെ കാഴ്ചപ്പാട് കൂടെ ആ ഒരു കഥ പറയണം. അപ്പോൾ ഞാൻ ശംഭൂകൻ്റെ 2 മക്കളെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ മക്കളും രാമൻ്റെ മക്കളും ലവകുശന്മാരും, അതുപോലെ തന്നെ ഏത് ബ്രാഹ്മണ ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ ശംഭുവിൻ്റെ തല വെട്ടിയത് ആ കുട്ടിയും, ആ 5 കുട്ടികൾ കാട്ടിലെ ഈ വാത്മീകിയുടെ ഒപ്പം
വരുന്നത് തരത്തിലുള്ളൊരു കഥ അതിലെഴുതി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു കാലഘട്ടം നമുക്ക് തരുന്ന അറിവുകളുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ഈടുവയ്പ്പുകളായിട്ടുള്ള ഈ പുസ്തകങ്ങളെ പരിശോധിക്കലാണ്. രാമായണമായാലും മഹാഭാരതമായാലും ബൈബിളായാലും ഇതൊക്കെ സമൂഹത്തിൻ്റെ സമ്പത്താണ്. സമൂഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കളുടെ മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ. നമ്മുടെ ജെൻസി കുട്ടികൾ പറയുന്നോണം വി ദ പീപ്പിൾ, അല്ലാണ്ട് വി ദ ഹിന്ദു, വി ദ മുസ്ലിം, വി ദ ക്രിസ്ത്യാനി എന്നല്ല, വി ദ പീപ്പിൾ. അതാണ് സമൂഹം. സമൂഹത്തിൻ്റെ സമ്പത്താണ് ഇത്. രാമായണം എൻ്റെ ഇല്ലാന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ജനിച്ച നാൾ തൊട്ട് ഞാൻ വായിച്ച് പഠിച്ച് വ്യാഖ്യാനിച്ച് എഴുതി വന്നിട്ടുള്ളൊരു സാധനമാണിത്. അതെൻ്റെ വരും. അല്ല, അത് പറ്റില്ല, അത് എൻ്റെ കൂടിയാണ്. അതെങ്ങനെ എനിക്ക് അവകാശപ്പെടണേ? ഞാനിവിടെ ജനിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഈ മണ്ണിൽ ജനിച്ച ആളാണ്. ഇന്നൊരു 30 40 ഒരാൾ, ഒരു സ്ത്രീ, സാറാ ജോസഫ് എന്ന് പേരുള്ളൊരു സ്ത്രീ ശൂർപ്പണഖയെ ലീഡാക്കി വെച്ചൊരു നോവൽ എഴുതുകയാണെങ്കിൽ വിവാദമായത്. അതെ, നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ജെൻസി വരും, അവർ പറയും ഇത് സമൂഹത്തിന്റെ ഈടുവെപ്പാന്ന്. ജെൻസി വരും, അവർ പറയും ഇത് ഇങ്ങനെ ഹിന്ദുക്കളുടെ മാത്രമല്ല, അല്ലെങ്കിൽ ആരുടെ ഒരു ഇത് മാത്രമല്ല. ഇപ്പം തന്നെ പുതിയ പഠനങ്ങൾ വരുന്നു. ആഫ്രിക്കയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. എവിടെ ആര്യന്മാർ, എവിടെ മറ്റവർ? കുറേ പേര് ഇറാനിൽ കൂടെ ആഫ്രിക്കയിൽ നിന്ന് വന്നു, കുറേ പേര് അഫ്ഗാനിസ്ഥാനിൽ കൂടെ വന്നു. അവരവിടെ പിന്നെ വടക്കേ ഇന്ത്യയിൽ കേന്ദ്രീകരിച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി പരന്നു എന്നാണ് പുതിയ പഠനങ്ങൾ. ഇതിപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു പുതിയ നോവൽ എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ്. അത് ഞാനിപ്പോൾ ഇന്നലെ ഫോണിൽ വിളിച്ച സമയത്ത് അത് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമുക്ക് കുറവാകുന്നത്. കാരണം 80 വയസ്സുള്ള ടീച്ചർ അടുത്ത നോവൽ എഴുതി അതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്ത് ഡെഡ് ലൈൻ പ്രകാരം അത് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും പോയിന്റിൽ ആത്മഹത്യ എഴുതാൻ ഒരു പ്ലാൻ ഉണ്ടോ? ആത്മഹത്യ എഴുതുന്ന ഒരു സിഗ്നൽ പോലെയാണല്ലോ നമ്മൾ. ജീവചരിത്രം എന്തൊക്കെ ഒരാളിങ്ങനെ ജീവിച്ചു പോയി എന്നുള്ള അടയാളപ്പെടുത്തി വെക്കുന്ന എൻ്റെ കൃതികളുണ്ടല്ലോ, അത് മതി. സാറാ ജോസഫിൻ്റെ ആത്മഹത്യ കേരളം പേടിക്കേണ്ട കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ സ്ത്രീകൾ ആത്മഹത്യ എഴുതാന്ന് പറയുമ്പോൾ പൊതുവിൽ ആൾക്കാർ പറയുന്ന സാധനമുണ്ട്, പല കാര്യങ്ങൾ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള. അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമുണ്ട്. ഹാവ് യു ബീൻ ട്രീറ്റഡ് ഫെയർലി ഇൻ കേരള? ഡു യു തിങ്ക് സോ? ഏതൊരു പെണ്ണിനും അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഭാഗ്യവശാൽ എനിക്ക് നേരെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഉണ്ടാകുന്ന തെറി എല്ലാവർക്കും ഉള്ള തെറിയാണ്. എല്ലാവരെയും തള്ളാന്ന് വിളിക്കും, എല്ലാവരെയും ലൈംഗികമായിട്ടുള്ള പിന്നെ മോശപ്പെട്ട കാര്യങ്ങൾ പറയും. അതൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ഉള്ളതല്ലേ. അതിപ്പോൾ എനിക്ക് മാത്രമായിട്ട് നീക്കി വെച്ചിട്ടുള്ളതല്ല. പക്ഷേ എനിക്ക് വല്ലപ്പോഴൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ 1 or 2 എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എണ്ണ ഒരു 5 കത്തൊക്കെ വേണമെങ്കിൽ വന്നിട്ടുണ്ടാവും. ഇല്ല, തെറിയല്ല, ഇങ്ങനെ അതിൽ ദേഷ്യം പ്രകടിപ്പിക്കും. അത് ഭാഗ്യവശാൽ എന്നാണ് ഞാൻ പറയുക. എന്നെ അങ്ങനെ ഒരു ഇതെനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പറയേണ്ടാവുക പലരോടും. പക്ഷേ എന്തുകൊണ്ടോ അവർ രഹസ്യമായിട്ട് പറയുന്നുണ്ടാവും കേട്ടോ, എന്നെ കൊണ്ട് സ്വൈര്യമില്ലല്ലോന്നോ അല്ലെങ്കിൽ അങ്ങനെ ചത്തൂടെന്നോ ഒക്കെ ചോദിക്കണ്ടാവും. പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് വലിയൊരു അത്ഭുതമാണ്. അല്ല, എന്തുകൊണ്ടറിയോ? എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ നിലപാടുകൾ എടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ച് മരിച്ചു പോവുക വേണ്ടു അല്ലേ? എനിക്കത്രയല്ലേ വേണ്ടൂ, വേറൊന്നും വേണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ നടത്തുന്ന ഇടപെടലുകളൊക്കെ അവരുടെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ട്, അവരുടെ അങ്ങനെയാണ്. അവരുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അടക്കം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലെ ശരികൾ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടാവാം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് നമ്മൾ ഒത്തുപോകുന്നില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മൾ പറയുന്ന ശരികൾ ബോധ്യപ്പെടുമ്പോഴായിരിക്കും ഒരുപക്ഷെ അത്തരത്തിൽ ഉള്ള അറ്റാക്കുകൾ ഉണ്ടാകാത്ത ഞാൻ വിചാരിക്കുന്നു. ഇനി ഉണ്ടായിക്കൂടാന്നില്ല കേട്ടോ. ഇതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അലഹയുടെ പെൺമക്കൾ ഞാൻ വളരെ മുന്നേ, പക്ഷെ അത് അന്നും എനിക്ക് ഫീൽ ചെയ്തത്, അത് ഇന്ന് കാലത്ത് എഴുതുകയാണെങ്കിൽ അത് എഴുതിയ ആൾക്ക് തെറാപ്പി എടുക്കേണ്ടി വരുമായിരുന്നു. അതൊരു ആ രീതിയിൽ അതിനെ, കാരണം അതൊന്നും നമ്മളെ ബാധിക്കും, എഴുതുന്ന കാര്യങ്ങൾ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നുള്ള കാര്യങ്ങൾ ബാധിക്കും. ഒരിക്കലും തെറാപ്പി എടുക്കേണ്ടി വന്നു. പള്ളിയിലെ പ്രശ്നം എന്താ അറിയോ? അത് വായിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ഇനി വായിച്ചാൽ അതിന് മനസ്സിലാവുണ്ടാവുമോ? ഒതപ്പൊക്കെ വായിച്ച് മനസ്സിലായിട്ടുണ്ട് അവർക്ക്. ഓക്കെ. ഈ മാർഗരറ്റ് ആറ്റ്വുഡിനുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എനിക്ക് തോന്നിയത്, ഈ ഒരു പോയിന്റിൽ അവർ ആ ഹാൻഡ് മെയ്ഡ്സ് ട്രയോളജി സിനിമയായി. ആ സമയത്ത് അത് ഭീകരമായിട്ട് അതിന് വേറൊരു തരത്തിലുള്ളൊരു അപ്പീൽ വരികയും ഒരു ഗ്ലോബലി അത് വേറൊരു തരത്തിലൊരു റിസർജൻസ് വന്നു.
അലാഖയുടെ പെൺമക്കൾ അതൊരു ട്രിയോളജിയാണല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ സിനിമയിലേക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് അതിൽ ഒരു ലിറ്റററി പാർട്ടാണല്ലോ അതിലധികം. പിന്നെ തന്നെയല്ല കാലഘട്ടം സൃഷ്ടിക്കുക അങ്ങനെ തുടങ്ങിയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് മർഗലീത്തയൊക്കെ സിനിമയാക്കണം എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ വരുന്നുണ്ടായിരുന്നു. മറ്റേ ഒതപ്പ്, അതുപോലെ മാറ്റാത്തി സിനിമയാക്കണം എന്ന് പറഞ്ഞ കുറേ പേര് അങ്ങനെ വന്നിരുന്നു. പക്ഷേ ആരും അങ്ങോട്ട് സിനിമയാക്കാൻ മെനക്കെട്ടില്ല. സിനിമയാക്കി അത് നശിപ്പിക്കാതിരിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ ജീവിതത്തിൽ? എന്തെങ്കിലും like there will be many I'm sure, പക്ഷേ എടുത്തു നിൽക്കുന്ന എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് സംഭവിച്ചതിൽ നമുക്ക് നിരാശയുള്ള കാര്യങ്ങളിലും ഒക്കെ അത് ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോയതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? തിരുത്താൻ കെൽപ്പില്ലാത്ത ജീവികളായിട്ടാണ് നമ്മൾ വളർത്തപ്പെട്ടത്. നോ പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയൊരു കാലഘട്ടമാണത്. തിരിച്ചു പോയിട്ട് നമ്മൾ വീണ്ടും ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറിവ് വെച്ചിട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ തിരുത്താൻ പറ്റും. കുറേ കാര്യങ്ങൾ തിരുത്താൻ പറ്റും. പക്ഷെ അതൊന്നും സംഭവമല്ലല്ലോ. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ നാടകത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത്, ഇപ്പോഴത്തെ പുതിയ നോവൽ എഴുതുന്നത്. നാടകം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നാടകത്തിലെ ഒരു സീൻ അഭിനയിക്കുമ്പോൾ ഒരു ഡയലോഗ് മറന്നുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല. മറന്നത് തന്നെയാണ്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. സംഭവിച്ചു കഴിഞ്ഞത് നമുക്ക് തിരിച്ചു പോയിട്ട് തിരുത്താൻ ചാൻസ് ഇല്ല ജീവിതത്തിൽ. നമ്മൾ പിന്നെ തിരുത്തി ജീവിക്കുക, അത് വേറെ ജീവിതമാണ്. അതെ, പക്ഷെ എന്നാലും നമുക്ക് ആഗ്രഹങ്ങൾ എന്നാലും ബാക്കിയുണ്ടാവില്ല. ഇപ്പം എനിക്ക് ഈ പാണ്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങി വരാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ എനിക്ക് വേറെ രീതിയിൽ നോക്കാൻ പറ്റും. മക്കളുടെ കാര്യത്തിൽ എനിക്ക് എൻ്റെ മുഴുവൻ ശാരീരിക അധ്വാനം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പഠിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വേറൊരു ജോലി, കൂടുതൽ വരുമാനമുള്ള ജോലി എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഈ സാഹചര്യത്തിലല്ല വളരേണ്ടതെന്നുള്ളത് എൻ്റെ അന്നത്തെ കൊച്ചു ബുദ്ധിയിൽ തന്നെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു. ഉദാഹരണത്തിന് എൻ്റെ മൂത്ത മകൾ ഗീത, അവൾ 2 വയസ്സുള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിനകത്താണ്. അന്നൊന്നും ലൈറ്റില്ല, അവിടെ കറണ്ടില്ല, ആ ഭാഗത്തേക്കൊന്നും അത് എത്തിയിട്ടില്ല, ബസ്സില്ല, യാതൊരു തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വീടിൻ്റെ നിലം ചാണകം മെഴുകിയിട്ടുള്ള നിലമാണ്. പിന്നെ നല്ല വീടൊക്കെയാണ്, പക്ഷേ ഇതൊക്കെയാണ്. അപ്പോൾ കുട്ടി മൂത്രമൊഴിച്ചിട്ട് ഇങ്ങനെ ഷഡ്ഡിയിലും ഒക്കെ ഈ ചാണകം കണ്ട് അങ്ങനെ ഇരുന്ന് ഇറങ്ങി അത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ട് ഈ ജീവിതം ഞാൻ ജീവിക്കില്ല. കാരണം കുറച്ചും കൂടി ബെറ്റർ ഒരു കിട്ടാൻ എൻ്റെ മക്കൾക്ക് അവകാശമുണ്ട്. അതിന് ഞാൻ തന്നെ പാടുപെടണം, ഞാൻ തന്നെ അതിന് മുന്നോട്ട് പോകണം എന്ന ഒരു ദൃഢനിശ്ചയം അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത മോളുള്ളപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 19-20 വയസ്സേ ഉണ്ടാവുള്ളൂ. അന്നേ ഞാനത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്, എനിക്ക് എവിടുന്ന് ഇതിനുള്ള ശക്തി കിട്ടിയെന്നൊക്കെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇത് സ്കിന്നിൻ്റെ എപ്പോഴെങ്കിലും അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ? സ്കിന്നിൻ്റെ സൗന്ദര്യ പ്രശ്നം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണത്. അതിലുണ്ടായിരുന്നത് എന്നെ കുറിച്ചിട്ടല്ല, ചുറ്റുമുള്ള മനുഷ്യർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ എന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് വിറ്റിലിഗോ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചിട്ട് ഉള്ള അവയർനെസ് പോലെ അന്നില്ല. ഇത് ഓൾ ഓഫ് എ സഡൻ വന്നതാണ്. ഇപ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടർ, ഞാൻ കോളേജിൽ പട്ടാമ്പി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് പൊന്നാനിയിൽ എനിക്കൊരു പരീക്ഷ ഡ്യൂട്ടി കിട്ടി. ആ പരീക്ഷ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു അതും കണ്ണാടിയിൽ നോക്കാനൊന്നും നേരമില്ലപ്പം, എഴുന്നേറ്റ് ഓടുകയാണ് കോളേജിലേക്ക്, സമയത്തിന് എത്തണ്ടേ. അപ്പോൾ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞത്, എന്താ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴും തിരിച്ചു വന്നിട്ടാണ് ഞാൻ കണ്ണാടി നോക്കുന്നത്. എന്നിട്ട് പോയപ്പോഴാണ് ഇത് സ്കിന്നിൻ്റെ ഒരു ഇങ്ങനെ വിറ്റിലിഗോ ആയിരിക്കാം എന്ന് പറയുന്നത്. ആദ്യം കുറച്ച് വിഷമമുണ്ടായിരുന്നു, പക്ഷേ അത് മുഖത്തിൻ്റെ ഇതൊക്കെ ഇപ്പോൾ പിന്നെ ഞാനതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ആലോചിച്ചു. അറ്റ്ലീസ്റ്റ് ഇതൊരു സൗന്ദര്യ പ്രശ്നമാണ്, ഇത് രോഗമല്ല, ഇത് പകരില്ല, ഇത് യാതൊന്നുമില്ല, എൻ്റെ ബ്ലഡിലുള്ള ഒരു കുറവ്, അതാണ് മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു കുറഞ്ഞു പോകുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന് ഡോക്ടർ പറയുന്നത് മെഡിസിൻ ആവാം, ഫുഡാവാം, പാരമ്പര്യമാവാം. പാരമ്പര്യമായിട്ട് എൻ്റെ വീട്ടിലങ്ങനെ ആർക്കും, അതിന് മുമ്പുള്ള ആർക്കും തന്നെ അതില്ല. പിന്നെയുള്ളത് ഒരു മെഡിസിൻ. ഒരിക്കൽ എനിക്കൊരു പട്ടാമ്പി കോളേജിലെ ലൈബ്രറിയിൽ ഞാൻ പുസ്തകം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തല ചുറ്റി വീണു. അന്നൊക്കെ അനീമിക്കായിരുന്നു അല്ലാതെ. അപ്പോൾ അവരൊക്കെ കൂടി കൊണ്ടുപോയി പട്ടാമ്പി
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവരെനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. ആ ഇഞ്ചക്ഷൻ ഒരു തുള്ളി കയറിയതും മേലാകെ പൊള്ളി എന്ന് പറഞ്ഞാൽ പോള വരുന്ന പോലെ പൊള്ളി. ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. അപ്പോൾ തന്നെ വന്ന് അവരതൊക്കെ എടുത്തു, ആൻറ്റി എന്തോ തന്നു, തിരിച്ചു പോന്നു. പിന്നെ ഒന്നും ഉണ്ടായില്ല അതിനെപ്പറ്റി. അതിൻ്റെ ശേഷം ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിലാണിത് ഈ സ്കിന്നിൻ്റെ ഈ പ്രശ്നം കണ്ടത്. ആ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഏതും ആവാം, എന്തായാലും ഇതിൻ്റെ ബാലൻസ് തെറ്റി. അത് ബ്ലഡിലെ ഈ മെലാനിൻ ഘടകത്തിൻ്റെ ബാലൻസ് തെറ്റി. അപ്പോൾ ഇനി ഇത് വേറെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, കുറച്ച് മെഡിസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കാന്നല്ലാണ്ട്. അപ്പോൾ പിന്നെ ഞാനതിനെ എടുത്തത് ഇതൊരു സൗന്ദര്യ പ്രശ്നമാണ്. അത് പിന്നീട് വേറെ ബന്ധങ്ങളിലും അങ്ങനത്തെ, കാരണം ഇത് നമ്മൾ മാറുന്ന പോലെ നമ്മുടെ സമൂഹം മാറുന്നില്ലല്ലോ. ഇല്ല, അല്ല, അതാണ് എനിക്കുണ്ടായിരുന്ന ആകെ ബുദ്ധിമുട്ട്. അതാണ് ബസ്സിലടുത്ത് വന്നിരിക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് അത് പേടി ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുകയോ ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെയും അധികമൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ നിരന്തരം ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തും തന്നെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഓൾ ഓഫ് എ സഡൻ ഇതാ ഇങ്ങനെയായി. ഓ അതും നന്ന് എന്ന് പ്രണയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിതത്തിലെ വികാരവിക്ഷുബ്ധമായൊരു ജീവിതമാണല്ലോ, അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള റിഗ്രറ്റ്, ഇത് കുറേ കൂടി എസ്കലേഷൻ ഒരു കവിതയുണ്ട്, കുറേ കൂടി പണം ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ കുറേ കൂടി പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള പ്രണയം അത് ഒരു ഭ്രാന്തമായൊരു സംഗതിയായിരുന്നു. അതായത് എന്നെ ഓരോ ഇഞ്ചിലും ഓരോ നിമിഷത്തിലും ഏതവസ്ഥയിലും പിന്തുടരുന്നൊരു പ്രണയമായിരുന്നു. അത് ഭ്രാന്തായിരുന്നു. സൗണ്ട്സ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ദോഷങ്ങളും അതിൻ്റെ ഗുണങ്ങളും അങ്ങനെയായിരുന്നു. അതെനിക്ക് ഒട്ടും തന്നെ ഈ രോഗാവസ്ഥയോ അല്ലെങ്കിൽ ദാരിദ്ര്യാവസ്ഥയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയോ എന്നെ ബാധിച്ചിട്ടേ ഇല്ല. പ്രണയം മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഇപ്പം പറഞ്ഞില്ലേ, എന്നെ പിന്തുടരുന്ന അത്രയും നിറവുള്ളൊരു പ്രണയമാണ്. നിറവ് നല്ല ഭ്രാന്ത് എന്ന് പറയേ, ഭ്രാന്തായിരുന്നു. നിറവെന്നല്ലത്. അത് റിയാലിറ്റിയിൽ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അത് ഒരേ സമയം ദ്രോഹവും അതേസമയം അഗാധമായിട്ടുള്ള, ഇപ്പോൾ ഈ ഡസ്റ്റോസ്കിരിയൊക്കെ ഒരു അവസ്ഥ പറയുന്ന പോലെയാണ്. എൻ്റെ ഈ എപ്പിലെപ്സി ഞാൻ വെച്ച് മാറില്ല എന്ന് പറയുന്ന പോലെ നമ്മളെ എന്താ പറയുക, നിരന്തരം എന്ന് പറഞ്ഞാൽ നിരന്തരം ഒരു നീരാളി പിടിക്കുന്ന പോലെ പിടിക്കുന്ന തരത്തിൽ. ഒരു ഉദാഹരണമായിട്ട് എന്തായിരിക്കും ഇത് അറിയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം? ഞാൻ പ്രണയം എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കൊല്ലാൻ വരികയാണ് കത്തിയും കൊണ്ട്, കാരണമൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു 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 ഭ്രാന്തമായ ഒരവസ്ഥ. അതാണ്. സാറ ടീച്ചർ, വളരെ ഉപകാരം. താങ്ക് യു. യെസ്, ഇവൻ്റെ പേരെന്താ? അവൻ്റെ പേര് മീഹോ. മീഹോ സ്പാനിഷാ. ഇതാണോ സാർ ടീച്ചറുടെ തെറാപ്പി? ഇതാണോ തെറാപ്പി? ഭയങ്കര ലവിങ് പാവം, ഭയങ്കര നിരുപാധിക സ്നേഹം എന്നൊക്കെ പറയില്ലേ, അതാണ്. ജീവിതത്തിൽ അതിന് വേറെ ഒന്നും വേണ്ട, കുറച്ച് ഭക്ഷണം വേണം, പിന്നെ സ്നേഹം വേണം.